ഞാൻ കറൻ്റ്ലി MES കോളേജ് മാറമ്പള്ളിയിൽ ഡിഗ്രി തേർഡ് ഇയർ വിദ്യാർത്ഥിയാണ്. ഞാനൊരു ഓൺട്രപ്രണറാണ്, സ്റ്റുഡൻറ് ഓൺട്രപ്രണറാണ്. സോ സ്പേസ് കോർപ്സ് ഇൻഡസ്ട്രീസ് one of my startup. So in this startup we have researching cutting edge technologies like aerospace and defense technology. So Mr. Abhijit sir and Girish sir are our collaborator. So Girish sir is a retired Air Force person and formal aerospace department, Amrita University. He is well experienced person in aerospace and aviation technology, Air Force and aviation technologies and aerospace. So he has a 20 years of experience in aerospace. 20 years of experience in Air Force and 12 years of experience in aerospace in Amrita University. പാർട്ടിസിപ്പൻസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരെ they can start introducing. ആർക്കെങ്കിലും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഈ ടൈമിൽ നമ്മൾ 8:05 എന്തായാലും മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. സോ ആർക്കെങ്കിലും സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ടെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. Myself, Vishnu, at Ahalya School of Engineering and Technology, third year CSE. Hi Vishnu, good evening. Good evening. സാർ 8:05 നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ഹലോ അഭിജിത്ത് സാർ, നമുക്ക് 8:05 നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ? Yes, we can start. Okay, fine. Girish sir, we can start now? Yeah, okay, go ahead. Okay, fine. സോ അപ്പോൾ എല്ലാവർക്കും ഒരു വാം ഗുഡ് ഈവനിങ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ആശംസിക്കുകയാണ്. നമ്മുടെ 78ാമത്തെ സ്വാതന്ത്ര്യദിന ആശംസകൾ എല്ലാവർക്കും നേരുകയാണ്. നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വതന്ത്രമായിട്ട് ഇപ്പോൾ 78 വർഷം കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ഇൻഡിപെൻഡൻസ് ഡേ ആശീർവദിക്കുകയാണ്. അതുപോലെ നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന എല്ലാവരെയും, മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള എല്ലാവരെയും, അതുപോലെ സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഞാൻ എന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ശബരീഷ് ഗോവിന്ദ് MS എന്നാണ്. ഞാനിപ്പോൾ MES കോളേജിൽ ഡിഗ്രി തേർഡ് ഇയർ വിദ്യാർത്ഥിയാണ്. സോ സ്പേസ് കോർപ്സ് ഇൻഡസ്ട്രീസ് ഈസ് വൺ ഓഫ് മൈ സ്റ്റാർട്ടപ്പ്. So this startup, we are researching in the cutting edge technologies like aerospace and defense technology. നമ്മൾ അതിനകത്താണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. സോ ഗിരീഷ് സാർ ആൻഡ് അഭിജിത്ത് സാർ അവർ കൊളാബറേറ്റർ. നമ്മുടെ സ്പേസ് കോർപ്സ് ഇൻഡസ്ട്രീസിൻ്റെ കൂടെ വളരെയധികം സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു സാറുമാരാണ്. രണ്ടുപേരും വളരെയധികം സപ്പോർട്ടീവാണ്. ഗിരീഷ് സാർ ഈസ് വെൽ നോൺ ഫോർ ഹിസ് എയറോസ്പേസ് ആൻഡ് എയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ നമ്മുടെ ഗിരീഷ് സാറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സാറ് 20 കൊല്ലത്തെ ഒരു സാർ 20 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഒരു എയർഫോഴ്സ് പേഴ്സൺ ആണ്. അതുപോലെ തന്നെ 12 കൊല്ലം അമൃത യൂണിവേഴ്സിറ്റിയിൽ എയറോസ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രോൺ പ്രൊജക്റ്റുകളെല്ലാം സാർ വളരെയധികം കൈകാര്യം ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ വളരെയധികം പ്രശസ്തമായിട്ടുള്ള പല പ്രൊജക്റ്റുകളും ഉണ്ട്, ഡ്രോൺ പ്രൊജക്റ്റുകളെല്ലാം ഉണ്ട്. ഓക്കെ, പിന്നെ അഭിജിത്ത് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അഭിജിത്ത് സാർ ഇപ്പോൾ അഹല്യ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നാണ് ഇപ്പോൾ അഭിജിത്ത് സാർ വർക്ക് ചെയ്യുന്നത്. സോ നമ്മുടെ ഈ സ്പേസ് കോർപ്സ് ഇൻഡസ്ട്രിയിലുള്ള സോഫ്റ്റ്വെയർ പരമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നത് അഭിജിത്ത് സാറാണ്. അതിലെല്ലാത്തിലും വളരെയധികം സാറിൻ്റെ രണ്ടുപേരുടെ സപ്പോർട്ട് വളരെയധികം ഉണ്ട്. സോ ഇന്ന് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു UAV ആൻഡ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ അല്ലെങ്കിൽ ഡ്രോൺ ആൻഡ് UAV ടെക്നോളജി എന്ന് പറയുന്ന ഈ ഒരു വെബിനാറിൽ കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഡ്രോൺ എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിന്റെ സാധ്യതകൾ എന്തോരമാണ് എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ പറയാനായിട്ട് പോകുന്നത്.
അതുപോലെ ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ ഒരു പ്രോഗ്രാം, നമ്മുടെ സ്പേസ് കോർപ്സ് ഇൻഡസ്ട്രീസ് നടത്തുന്ന നിങ്ങൾക്ക് ഇതിൽ സ്കിൽഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമും കൂടി നമ്മളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഒരു വെബിനാറിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. സോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശിഷ്ട വ്യക്തികളായ നമ്മുടെ മിസ്റ്റർ ഗിരീഷ് എൻ സാറിനെയും അതുപോലെ മിസ്റ്റർ അഭിജിത്ത് വി സാറിനെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഈ ഒരു വെബിനാറിലേക്ക്. സാർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ ഗിരീഷ് സാർ? ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മുടെ സാറിൻ്റെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം. സോ ഗിരീഷ് സാർ പ്ലീസ് ടേക്ക് ഇറ്റ്. Okay, thank you. Hi everyone. So already Sabirish ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നു. അതുകൂടാതെ എൻ്റെ സൈഡിൽ നിന്ന് എല്ലാവർക്കും ഈ ഇൻഡിപെൻഡൻസ് ഡേയുടെ വിഷസ്. So let us straight away go to the subject, and I am trying to touch all part of this one. In technical, in detail, we are not going. So in a peripheral way, we will see what are drones. So now we will see what are drones. An unmanned aerial vehicle or UAV, commonly known as drone, is an aircraft without any human pilot, crew or passengers on board. UAVs can be fully or partially autonomous but are more often controlled remotely by a human pilot. അതായത് ഒരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ UAV, ഈ ടേം വളരെ ചുരുക്കത്തിൽ ഉപയോഗിക്കുന്നുള്ളൂ. ടെക്നിക്കലി ഇതിനകത്ത് ഇൻവോൾവ് ഉള്ള ആൾക്കാർക്ക് UAV എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ നമ്മൾ കോമൺലി ഇത് അറിയപ്പെടുന്നത് ഡ്രോൺ എന്നാണ്. അതൊരു ഫുള്ളി ഓട്ടോണമസോ പാർഷ്യലി ഓട്ടോണമസോ ആയൊരു വെഹിക്കിൾ എന്ന് നമുക്ക് തൽക്കാലം വിളിക്കാം. ആയിരിക്കും അത് ഒരു റിമോട്ട് കൺട്രോളർ ഉപയോഗിച്ച് ഒരു ഹ്യൂമൻ പൈലറ്റ് അല്ലെങ്കിൽ ഡ്രൈവർ ഓപ്പറേറ്റർ അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ആക്ച്വലി നമുക്ക് ഈ ഡ്രോണിനെ കുറച്ചുകൂടി ഡീപ്പായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് എ ഡ്രോൺ? ഈ ഡ്രോൺ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കോമൺ ആയി തീർന്ന ഒരു ടേമാണ്. അത് നോർമലി ഇപ്പോൾ ഒരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിളിനെ ഫ്ലൈ ചെയ്യുന്ന എന്തിനേയും ഡ്രോൺ എന്ന് പൊതുവായി നമ്മളിപ്പം പറയുന്നു, എല്ലാവരും ചർച്ച ചെയ്യുന്നു. ജനറലി നോൺ ടേമും അത് തന്നെയാണ്. ബട്ട് എന്നാൽ നമ്മളൊരു ടെക്നിക്കൽ സ്റ്റാൻഡ് പോയിന്റിൽ ഇതിനെ നോക്കുകയാണെങ്കിൽ എ ഡ്രോൺ ക്യാൻ ബി എനി വെഹിക്കിൾ. അത് ഈവൻ ദോസ് ട്രാവൽ ഇൻ വാട്ടർ, ലാൻഡ്, അണ്ടർ വാട്ടർ. ഓക്കെ, ഇഫ് ഇറ്റ് ക്യാൻ ട്രാവൽ ഓട്ടോണമസ്ലി അതിനെ നമുക്ക് ഡ്രോൺ എന്ന് വിളിക്കാം. അപ്പോൾ ഡ്രോൺ എന്ന് പറഞ്ഞാൽ അത് ഫ്ലൈയിങ് ഒബ്ജക്റ്റ് ആവണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഇറ്റ് ക്യാൻ ബി കൺട്രോൾ റിമോട്ട്ലി ആൻഡ് ഹാവിങ് സം ഓട്ടോണമസ് കപ്പാസിറ്റി. അപ്പോൾ ഡ്രോൺ എന്നുള്ളതിൻ്റെ ആക്ച്വൽ ഡെഫിനിഷൻ ഈ രീതിയിലാണ് പോകുന്നത്. ബട്ട് ഈ ഡ്രോൺ എന്ന പദം ഇന്ന് റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാവുന്ന എന്തിനേയും ഡ്രോൺ എന്ന് വിളിക്കുന്ന, സ്പെഷ്യലി ഫ്ലൈയിങ് പ്ലാറ്റ്ഫോംസിനെ ഡ്രോൺ എന്ന് നമ്മൾ നോർമലി ഇപ്പം വിളിക്കുന്നു. ഇത് നമുക്ക് കൂടുതൽ വിശദമായിട്ട് പരിശോധിക്കാം. അത് ഡ്രോൺ നിലവിൽ പറയപ്പെടുന്നത് എ വെഹിക്കിൾ ദാറ്റ് ക്യാൻ ഓപ്പറേറ്റ് വിത്തൗട്ട് എ ഡ്രൈവർ പൈലറ്റ് ഇൻസൈഡ് ഇറ്റ്. റിമോട്ട് കൺട്രോൾ വെച്ച് ഉപയോഗിക്കാവുന്ന പൈലറ്റോ ഓപ്പറേറ്ററോ ഡ്രൈവറോ ഇല്ലാത്ത എന്തിനേയും ഡ്രോൺ എന്ന് വിളിക്കുന്നു. ആക്ച്വലി ഡ്രോൺ നമ്മൾ എയറോസ്പേസ് എയർ റിലേറ്റഡ് ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ഡ്രോൺ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി വി കോൾ ടെക്നിക്കലി ദാറ്റ് ഈസ് എ UAV ഓർ UAS. ഈ UAV ഓർ UAS എന്നുള്ളത് ശരിക്കും
ഫിക്സഡ് വിങ് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ മൾട്ടികോപ്റ്റർ മോഡൽസ്, മൾട്ടികോപ്റ്റർ, മൾട്ടി റോട്ടർ. അതാണ് ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള, എല്ലാവരും മോർ ഫെമിലിയർ ആയിട്ടുള്ളത്. ഡ്രോൺ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ക്വാഡ്കോപ്റ്റർ. അതാണ് വെൽ നോൺ മോഡൽസ്. അപ്പം when we talk about flying objects, actually it is we basically call it UAV or UAS. So what is a UAV? An unmanned aerial vehicle. ഡ്രോണിന്റെ ഡെഫിനിഷൻ നമ്മൾ ഇച്ചിരി നാരോ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ഡ്രോൺ എന്ന് വിളിക്കാം. അതായത് ഈ ഫ്ലൈയിങ് റിലേറ്റഡ് ഒബ്ജക്ട്സിനെ റെഫർ ചെയ്യുമ്പോൾ അത് റിമോട്ട് കൺട്രോൾഡ് ആണെങ്കിൽ ഇപ്പോൾ ജനറലി എല്ലാവരും ഡ്രോൺ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ബട്ട് ഓൾ സി വാട്ട് വി when you conclude it, what we can say is that all UAVs are drones, but all drones are not UAVs. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡ്രോൺ ക്യാൻ ബി എനിത്തിങ് വിച്ച് ഇസ് ഹാവിങ് ആൻ ഓട്ടോണമസ് കപ്പാസിറ്റി ആൻഡ് ക്യാൻ ബി റിമോട്ട്ലി കൺട്രോൾഡ്. അപ്പോൾ ഓൾ UAVs ഡ്രോൺസ് ആണ്, ബട്ട് ഓൾ ഡ്രോൺസ് ആർ നോട്ട് UAVs. നമ്മൾ ഈ അസംപ്ഷനും വെച്ചിട്ടാണ് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ആക്ച്വലി now we will see what is this UAV and what is UAS. ഈ UAV എന്ന് നമ്മൾ പറയുമ്പോൾ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ, ആ ഫ്ലൈയിങ് പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ UAV എന്ന് പറയുന്നത്. ആ ഫ്ലൈ ചെയ്യുന്ന പാർട്ട് വിത്തൗട്ട് എനി അസസറീസ് ഓർ എക്യുപ്മെന്റ് ഇൻസൈഡ് ഇറ്റ്. ഈ അപ്പോൾ UAV ആൻഡ് UAS എന്നുള്ള ഡിഫറൻസ് വളരെ ഈസിലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓർ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് വെരി ഈസിലി. Now you have an idea, I think, or you got an idea almost that what is drone, in that one what is UAV, and now we will see what is UAS. UAS is the unmanned aerial system. അത് വളരെ ഈസിലി നമുക്കിപ്പോൾ UAV എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് UAV means UAV is the only the flying part of that. Okay. But UAS is the system. UAS is a system, unmanned aerial system. That includes GPS module, ground control module, transmission systems, camera, all other software which control this thing, and a person or ground controller who is actually controlling this thing. When all these things incorporated into a UAV, it will become a UAS and finally a drone. So finally പറഞ്ഞു കഴിഞ്ഞാൽ UAV is simply a component of UAS. Now we now came from drone to UAV to UAS. Let us move ahead and see how these things are developed, or how these drones came to this present stage. Actually, drone long back what we invented items ആണ്. ആക്ച്വലി അത് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത് മിലിറ്ററി റെക്കഗ്നൈസൻസ് ആൻഡ് സർവൈലൻസ് പർപ്പസിനായിരുന്നു. ദാറ്റ് ഇസ് എക്സ്ക്ലൂസീവ്ലി ആ ടൈമിൽ മിലിറ്ററികൾ മാത്രമാണ് ഡ്രോണുകൾ യൂസ് ചെയ്തിരുന്നത്. ബട്ട് സ്ലോലി മിലിറ്ററി ആപ്ലിക്കേഷൻ ലെവലിൽ നിന്ന് ഇറ്റ് slowly transferred to different industrial applications. Now we are seeing that it is transforming the way we live and work. ഇപ്പോൾ എവിടെ നോക്കിയാലും ഏത് ന്യൂസ് വായിച്ചാലും എന്ത് കാര്യത്തിനാണെങ്കിലും ഡ്രോൺ ഇപ്പം ഈയിടെ നടന്ന എല്ലാ ഡിസാസ്റ്ററുകളിലും കാര്യങ്ങളിലും ആക്സിഡൻസ്, പല ഏരിയാസ്, പബ്ലിക് ഇവൻറ്റ്സ്, എവിടെ നോക്കിയാലും ഇപ്പോൾ ഇതിലൊക്കെ ഡ്രോണിൻ്റെ പാർട്ട് ഒരു ക്രൂഷ്യൽ റോളായിട്ട് മാറിയിട്ടുണ്ട്. Now drones are actually going to play a crucial role shaping our future life. ഇപ്പോൾ തന്നെ നോക്കിയാൽ വളരെ ഡിഫറെൻറ്റ് വേസ് വി ആർ യൂസിങ് ദി ഡ്രോൺസ്, ഇൻക്ലൂഡ് ഡെലിവറി ഓഫ് സ്മോൾ ഐറ്റംസ്, ഇൻഡസ്ട്രിയൽ സൈറ്റ് ഇൻസ്പെക്ഷൻസ്, ഇൻഫ്രാസ്ട്രക്ചർ മോണിറ്ററിങ്, മാപ്പിംഗ്, crop monitoring. In that also pesticide spraying, fertilizer spraying, seeding, agriculturally even so many other purpose, plant health monitoring. So for so many sub-sectors actually we are using drones. And
in every emergency response activity nowadays, drone become a part of that. Okay, and military side, policing side, so all other places, security surveillance, just like നമ്മുടെ സെക്യൂരിറ്റി ക്യാമറാസ് CCTVs എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇപ്പോൾ ഡ്രോണും ഒരു സർവൈലൻസ് എക്യുപ്മെൻ്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യൂസർ കേസസ് ആർ എൻലെസ് ആൻഡ് ഡേ ബൈ ഡേ മോർ ഇൻഡസ്ട്രീസ് ആർ ജസ്റ്റ് finding new way to use this one for benefiting their business. ഇതിൽ ആക്ച്വലി ഹിസ്റ്ററി ഓഫ് ഡ്രോൺസ് എന്നുണ്ടായി, എത്ര എണ്ണം ഉണ്ടായി, ഏത് ടൈപ്പ് ആയിരുന്നു, അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. നമ്മൾ വാട്ട് വിൽ ഡു ഈസ് വാട്ട് ഈസ് അറ്റ് പ്രസന്റ് ആൻഡ് വാട്ട് ഈസ് ദ ഫ്യൂച്ചർ, അതായിരിക്കും നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ വാട്ട് വി ആർ ഫോക്കസിങ്. സോ ഇതാണ് ആക്ച്വലി ഒരു ജസ്റ്റ് എവല്യൂഷൻ ഓഫ് ഡ്രോൺസ്. സ്റ്റാർട്ടഡ് ജസ്റ്റ് ഫോർ ദ മിലിറ്ററി യൂസേഴ്സ്, സ്ലോലി ചില ഇൻഡസ്ട്രി സ്പെഷ്യൽ ആപ്ലിക്കേഷൻസിലേക്ക് വന്നു, അത് സ്ലോലി വീണ്ടും സിവിലിയൻ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു. നൗ വാട്ട് വി സീ ഈസ് ദ way of the revolution of drones. ഇനി നമുക്ക് ഈ ഡ്രോണുകളെ കുറിച്ച് ഫർദർ പൈലറ്റിനോ അല്ലാത്ത ക്രൂവിനോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതിനെ ബാധിക്കുന്നില്ല. ഇതൊരു മെഷീനാണ്, ജസ്റ്റ് അതിനെ കൺട്രോൾ ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് ഓക്കെ, മെഷീനും ഫെയിലർ ആവുന്നതിനും വരെ അതിനെ നമുക്ക് ഫ്ലൈ ചെയ്യിക്കാം, ഈ പ്രൊവൈഡഡ് അതിന് ബാക്കി സപ്പോർട്ട് സിസ്റ്റംസ് എല്ലാം ഒക്കെ ആണെങ്കിൽ. ഈയിടെ ഡെവലപ്പ് ചെയ്തൊരു ബ്രിട്ടീഷ് ഡ്രോൺ ആണെങ്കിൽ അത് ഓൾമോസ്റ്റ് 82 hours നോൺ സ്റ്റോപ്പ് ഫ്ലൈയിങ് ചെയ്തിട്ട് റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഇത്ര പോപ്പുലർ ആവുന്ന അതർ റീസൺ എന്ന് പറയുന്നത് is very cheaper than military sector is exclusively. It's very cheaper than military aircraft and can be flown remotely, so there is no danger to the flight crew. അപ്പം ആക്ച്വൽ വാറിലൊക്കെ ഒരു എയർക്രാഫ്റ്റ് നഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതൽ വാല്യൂബിൾ ആണ് നമുക്ക് ഒരു പൈലറ്റ് നഷ്ടപ്പെട്ടാൽ. പൈലറ്റ് വാല്യൂ ഈസ് മോർ ദാൻ ദ കോസ്റ്റ് ഓഫ് ദ എയർക്രാഫ്റ്റ്. അപ്പം അത്ര ഒരു പൈലറ്റിനെ ട്രെയിൻ ചെയ്തെടുത്ത് ഒരു പൈലറ്റിന്റെ മാസ്റ്റർ പൈലറ്റായി തീർന്ന് ഒരു ആക്ച്വൽ സെനാരിയോയിലൊക്കെ വാർ സോണിലൊക്കെ പോയി ഓപ്പറേറ്റ് ചെയ്യുന്ന ലെവലിൽ എത്തുന്നതിനും ആ ട്രെയിനിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി മോർ ദാൻ ദ കോസ്റ്റ് ഓഫ് ദ എയർക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഒരു ക്രൂവിനെ, ഒരു എയർക്രാഫ്റ്റ് ക്രാഷ് ആകുമ്പോൾ ക്രൂവിനെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് എയർക്രാഫ്റ്റിനെക്കാളും ബിഗർ ലോസ് ആണ്. അപ്പം ഈ ഡ്രോണിന്റെ ആപ്ലിക്കേഷനിൽ ഈ ഹ്യൂമൻ ലൈഫ് റിസ്ക് ഇൻവോൾവ് അല്ല. അപ്പൊ ഡ്രോൺ ഓപ്പറേഷൻസ് ഇത്ര പോപ്പുലർ ആണുള്ള വൺ ഓഫ് ദ അതർ റീസൺ ഈസ് ദാറ്റ് ഹ്യൂമൻ ലൈഫ് ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ദിസ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഈ മിലിറ്ററി യൂസ് എന്ന് പറയുന്നത് വളരെ അൺപ്രസിഡന്റഡ് റേറ്റിൽ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റാപ്പിഡ് അഡ്വാൻസ് ഇൻ ടെക്നോളജി ആർ എനേബിളിംഗ് മോർ ആൻഡ് മോർ കേപ്പബിലിറ്റി ടു ബി പ്ലേസ്ഡ് ഓൺ സ്മാളർ എയർ ഫ്രെയിംസ് ആൻഡ് ലാർജ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ദം ബീങ് ഡിപ്ലോയ്ഡ് ഓൺ ദ ബാറ്റിൽ ഫീൽഡ്. അതായത് ഈ ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ് കൊണ്ട് ചെറിയ ചെറിയ എയർ ഫ്രെയിമിൽ, മൈക്രോ മിനി ലെവൽ എയർ ഫ്രെയിംസിൽ വളരെയധികം കപ്പാസിറ്റി ആഡ് ചെയ്തിട്ട് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സർവൈലൻസ്, റെക്കഗ്നൈസ് ഓർ ഈവൻ ഫോർ അറ്റാക്ക് പർപ്പസ്, ആൻഡ് ഇറ്റ് ക്യാൻ ബി വെരി ഈസിലി ഡിപ്ലോയ്ഡ് ഇൻ ദ ബാറ്റിൽ ഫീൽഡ്. അതായത് ഇപ്പോൾ ഒരു എയർക്രാഫ്റ്റ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂജ് റൺവേസും എയർഫീൽഡും
സപ്പോർട്ടീവ് സിസ്റ്റംസും സ്റ്റാഫും ഒത്തിരി മാൻ ആൻഡ് മെഷീൻ്റെ സപ്പോർട്ട് സർവീസസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അതേസമയം ഒരു ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു സിംഗിൾ ആൾ ഒരൊറ്റ ആളെ കൊണ്ട് പറ്റിയിട്ടുള്ള ഒരു സോൾജിയറിനെ കൊണ്ട് ഒരു ഡ്രോൺ കൊണ്ട് പോയി ഫ്ലൈ ചെയ്ത് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓതർ ഈവൻ ദ മിനിയേച്ചറൈസ്ഡ് ഡ്രോൺസ് എ സോൾജിയർ ക്യാൻ ക്യാരി നമ്പർ ഓഫ് ദാറ്റ്. ഓക്കെ, മൈക്രോ മിനി ലെവലിലുള്ളതൊക്കെ. അപ്പം ഇതിൻ്റെ ഈ ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജും പ്ലസ് മോർ കപ്പാസിറ്റി ഇങ്ങനെ സ്മോൾ എയർഫോഴ്സിൽ ആഡ് ചെയ്യാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഗ്രോത്ത്. മിലിറ്ററി സൈഡിൽ വളരെയധികം ഗ്രോത്ത് ഉണ്ടാകാനുള്ള കാരണം. ഇതേ കാരണം കൊണ്ട് തന്നെ ഇത് കേപ്പബിലിറ്റീസും കപ്പാസിറ്റീസും ഓഫ് UAVസിന്റെ ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഈ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് എല്ലാ രാജ്യങ്ങളും വളരെയധികം ഫണ്ടുകൾ മാറ്റിവെക്കുന്നുണ്ട്. ഈ നമ്പർ ഓഫ് മിഷൻസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈവൻ ദാറ്റ് വി വിൽ സി what are the government subsidies, other things, the support for supporting this sector growth, what the government is actually doing. When we go ahead, we'll see that also. Actually, as of now, actually military application, when it started, it was just performing intelligence, surveillance, reconnaissance missions. ഇതൊക്കെ ഇപ്പോഴും ഒരു പ്രൊഡോമിനന്റ് പാർട്ടായിട്ട് നിൽക്കുന്നെങ്കിലും ബിയോണ്ട് ദിസ് വാട്ട് ദ മിലിറ്ററി സൈഡ് ഈസ് യൂസിങ് ഡ്രോൺസ് ആർ ഫോർ ഇലക്ട്രോണിക് അറ്റാക്ക്, സ്ട്രൈക്ക് മിഷൻസ്, സപ്രഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് എനിമി എയർ ഡിഫൻസ്, ആൻഡ് നെറ്റ്വർക്ക് ഓർ കമ്മ്യൂണിക്കേഷൻ റിലേ, കോമ്പാറ്റ് സെർച്ച് ആൻഡ് റെസ്ക്യൂ, ഏരിയൽ ഫോട്ടോഗ്രാഫി ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദീസ് തിങ്സ്. ഇതിൽ ചില തിങ്സ് ഇപ്പോൾ ആക്ച്വലി ഇൻ അതർ ഫോം ഇൻ സിവിലിയൻ ആപ്ലിക്കേഷൻസിൽ ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു ദീസ് ആർ ദ കോമൺ ഏരിയാസ് on the application of drones in the military sector, and some of these areas even applicable to civil sector, photography, combat search and rescue missions, all these things. Search and rescue missions in other part ആണ്. മിലിറ്ററിയിൽ നമ്മൾ കോമ്പാക്റ്റിനോട് യൂസ് ചെയ്യുന്നുള്ളൂ. സിവിലിയൻ റെസ്ക്യൂ മിഷനിലേക്ക് ജസ്റ്റ് സെർച്ച് ആൻഡ് റെസ്ക്യൂ മിഷൻസ്. എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പം മോർ ദാൻ എനിത്തിങ് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് ഇപ്പം ഡ്രോൺസ് ആണ്. അത് ഓൾറെഡി അതൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം ഒരു ഡ്രോൺ കൊണ്ടുപോയി ഡ്രോൺ വെച്ചിട്ട് അവിടെ സർവേ ചെയ്യുക എന്നുള്ളത്. ഇനി ഈ നെക്സ്റ്റ് വാട്ട് വിൽ സി some other way to classify or distinguish between the type of drones. നമ്മൾ കണ്ടതിനെ ബേസിക്കലി ഇനിഷ്യലി നമ്മൾ 2 കാറ്റഗറി ആയിട്ടാണ് ഇതിനെ തിരിച്ചത്. അതിൽ തന്നെ ഇനി നെക്സ്റ്റ് ഇത് കോസ്റ്റിലും വെയിറ്റിലും നമുക്ക് ആക്ച്വലി ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ DGCAയിലൊക്കെ ഡ്രോണിൻ്റെ രജിസ്ട്രേഷനും പർച്ചേസിനും അതുപോലെ ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് വെയിറ്റ് അനുസരിച്ചാണ് ഡ്രോൺസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ദാറ്റ് ദ വെയിറ്റ് ഓഫ് ദ ഡ്രോൺ ക്യാൻ ബി ഫ്രം ഗ്രാംസ് ടു thousands of kilograms. അതിന് നോർമലി മൈക്രോ എയർ വെഹിക്കിൾ എന്ന് പറയും. ഇറ്റ് മേ ബി ഇൻ ഗ്രാംസ്. ബിഗ് എയർക്രാഫ്റ്റ്സ് ഈസ് ഈവൻ ഇപ്പോൾ റീസെൻ്റ്ലി F-16 എയർക്രാഫ്റ്റ് US എയർഫോഴ്സ് വിത്തൗട്ട് പൈലറ്റ് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഡ്രോൺ ആക്കി കൺവേർട്ട് ചെയ്ത് അതിനെ സക്സസ്ഫുള്ളി ഫ്ലൈ ചെയ്തിട്ടുണ്ട്. ആക്ച്വൽ മിഷൻസിനൊന്നും കോമ്പാക്റ്റിന് യൂസ് ചെയ്യുന്നില്ല, പക്ഷേ പ്രോട്ടോടൈപ്പ് ടെസ്റ്റ്. അതാണ് ഇപ്പം ഡ്രോൺസ് ക്യാൻ ബി thousands of kg. ഒരു F-16 എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 15 to 16 ടണ്ണും കാണും ഡോളർ വെയിറ്റ്. അതേപോലെ അതിൻ്റെ കോസ്റ്റ് ഫ്രോം എ ഫ്യൂ $1,000 to tens or millions of dollars അത് ഇമ്പ്രൂവ്. അതായത് ഒരു 1,000-1,500 രൂപയ്ക്ക് ഇപ്പോൾ ആമസോണിൽ നമുക്ക് ഒരു മിനി ടോയ് ഡ്രോൺ കിട്ടും. അവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ crores of rupees വരെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഇത് പ്രൈസ് ആസ് പെർ ദ പ്രൈസ് ആൻഡ് സൈസ് അഗെയിൻ നമുക്ക് ഈ ഡ്രോണുകളെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇതിൽ വീണ്ടും അഡീഷണൽ UAV ക്ലാസിഫിക്കേഷൻ. വൈ വി ആർ ഐ ആം ജസ്റ്റ് ഡിഫറൻഷിയേറ്റിംഗ് ദ UAVs ഇൻ ഡിഫറെൻറ്റ് കാറ്റഗറീസ്. നമുക്ക് ഇച്ചിരി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഇനി ഫ്യൂച്ചറിൽ കമ്മിങ് ടൈമിൽ ആർക്കെങ്കിലും ഈ ഡ്രോൺ ഇൻഡസ്ട്രി സെക്ടറിലേക്ക് നമുക്ക് ഇൻവോൾവ് ആവണം, അല്ലെങ്കിൽ അതിലെ ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് ചെയ്യുക, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഫീൽഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഇതിനെ ഒന്ന് തരംതിരിച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇതിനെ 2 കാറ്റഗറി ആക്കി മാറ്റി. അത് കഴിഞ്ഞ് ഇതിനെ സൈസ് വെയിറ്റിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തു, കോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തു. അതിൽ തന്നെ നെക്സ്റ്റ് ഒരു 5 ഡിഫറെന്റ് ടൈപ്സ് അഗെയിൻ സബ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്ത് നോക്കുകയാണ്. അതിൽ ഫസ്റ്റ് ദിസ് ഈസ് ആപ്ലിക്കബിൾ ഫോർ മിലിറ്ററി ടാർഗറ്റ് ആൻഡ് ഡീകോയ്.
Target and decoy means providing ground and aerial gunnery target that simulates enemy aircraft or missile. ഇത് ആക്ച്വലി എയർ ടു എയർ ഫയറിംഗ്, എയർ ടു ഗ്രൗണ്ട് ഫയറിംഗ് പ്രാക്ടീസിന് ഫൈറ്റർ പൈലറ്റ്സ് യൂസ് ചെയ്യുന്നത്. എയർലിയർ എന്ന് പറഞ്ഞാൽ അവരൊരു ടെതേഡ് ബലൂൺസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഫയറിംഗ് പ്രാക്ടീസ്. നമ്മൾ ഗ്രൗണ്ടിൽ ഫയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ എയറിൽ ഫയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അടുത്ത എയർക്രാഫ്റ്റിലേക്ക് ഫയർ ചെയ്യാൻ പറ്റത്തില്ല. അതിലൊരു പൈലറ്റ് കാണും, ക്രൂ മെമ്പേഴ്സ് കാണും, അപ്പം ബോത്ത് മാൻ ആൻഡ് എക്യുപ്മെന്റ് നമുക്ക് നഷ്ടമാകും. അപ്പൊ അങ്ങനെ ഫയറിംഗ് പ്രാക്ടീസ് വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. വേറൊരു മെത്തേഡ് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞാൽ ഒരു എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ പുറയിലൊരു ലോങ് ടെതർ അറ്റാച്ച് ചെയ്തിട്ട് ഈ ടാർഗറ്റിനെ വലിച്ചുകൊണ്ട് പോകും ഫ്ലൈ ചെയ്യുമ്പോൾ. അതിലേക്ക് ഫയർ ചെയ്തിട്ടായിരുന്നു ഇതിനു മുമ്പൊക്കെ പ്രാക്ടീസ് നടത്തുന്നത്. അതും പക്ഷേ വളരെ റിസ്കി ഓപ്പറേഷനാണ്. മിസ്ഫയർ എയിം ഒക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ ഈ ടോയ് ചെയ്യുന്ന എയർക്രാഫ്റ്റിൽ ഹിറ്റ് ആകാനും ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി ഇപ്പോൾ ഈ ടാർഗറ്റ് പ്രാക്ടീസ് ആയിട്ട് ഈ ഡ്രോൺസിനെ എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്യുന്നുണ്ട്. ലക്ഷ്യ എന്ന് പറയുന്ന ഒരു ഡ്രോണൊക്കെ നമ്മുടെ HAL ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഡെവലപ്പ് ചെയ്തത്. അതാണ് ഇപ്പോൾ അവർ ഏരിയൽ ഫയറിംഗ് പ്രാക്ടീസിന് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ ഉപയോഗിക്കുന്ന ഒരു അനദർ തിങ്ങാണ് ഡീകോയ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അതായത് ഒരു എനിമി എയർക്രാഫ്റ്റിനെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി, ഒരു എനിമി എയർക്രാഫ്റ്റ് നമ്മുടെ ഏതെങ്കിലും വൈറ്റൽ ഇൻസ്റ്റലേഷൻ അറ്റാക്ക് ചെയ്താൽ വരുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ ഡ്രോൺസ് ലോഞ്ച് ചെയ്യും, ഫ്ലൈയിങ് ഡ്രോൺസ്. അപ്പോൾ എനിമി എയർക്രാഫ്റ്റ് ആക്ച്വലി കൺഫ്യൂസ് ആവും. അതിന്റെ റഡാറിൽ ഒത്തിരി റിഫ്ലക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതിന് ആക്ച്വൽ എന്താണെന്നുള്ളത് മനസ്സിലാകാതെ പൈലറ്റ് കൺഫ്യൂസ് ആയിട്ട് നമുക്ക് ഈ ടാർഗറ്റുകൾ മിസ്സായി. ഇല്ലെങ്കിൽ ഇതിൽ ടെതേഡ് സിസ്റ്റംസ് യൂസ് ചെയ്യും. അത് പണ്ടുകൊണ്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അത് ടെതേഡ് ബലൂൺസ് ആയിരിക്കും. അത് എയർക്രാഫ്റ്റിന്റെ ഒക്കെ ഷേപ്പിലുള്ളതും സൈസിലുള്ളതും റഡാർ റിഫ്ലക്റ്റീവ് പെയിന്റ് ഒക്കെ കോട്ട് ചെയ്ത്, അപ്പം അത് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഏരിയാസിന്റെ സറൗണ്ടിങ്സ് 100-200 മീറ്റർ ഹൈറ്റിൽ ഇങ്ങനെ ടെതർ ചെയ്ത് വെച്ചിരിക്കും. അതായത് ഒരു ബലൂൺ കെട്ടി ഉയർത്തി നിർത്തുന്ന പോലെ നിർത്തിയിരിക്കും. അതേ ഇഫക്റ്റ് ആണ് ഒരു എനിമി എയർക്രാഫ്റ്റ് അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അതിന്റെ റഡാർ കൺഫ്യൂസ് ആയി പോകും. അത് മാത്രമല്ല ഇത്ര ആൾട്ടിറ്റ്യൂഡിൽ ഇത് ഉയർത്തി നിൽക്കുന്നുണ്ട്, അതിന് ലോ ലെവലായിട്ട് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. ലോ ലെവലായിട്ട് ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബലൂണിലൊക്കെ ഹിറ്റ് ആയിട്ട് ഈ എയർക്രാഫ്റ്റ്സിന് ഡാമേജ് ഉണ്ടാകും. അപ്പോൾ അതൊരു ഡീകോയ് സിസ്റ്റം. അത് നമ്മളിപ്പം ഡ്രോൺ ഈ ടാർഗറ്റ് ആൻഡ് ഡീകോയ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു സെപ്പറേറ്റ് കാറ്റഗറിയാണ്. അതിന് വേറെ വലിയ ഓട്ടോണമസ് കപ്പാസിറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇപ്പം ഈ ടെതേഡ് സിസ്റ്റത്തിനാണെങ്കിൽ റിമോട്ട് കൺട്രോൾ പോലും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ആ കാറ്റഗറിയിലുള്ളതിനെ. ബട്ട് ഇറ്റ് ഇസ് എ ഡോമിനന്റ് സെക്ടർ സ്പെഷ്യലി ഫോർ മിലിറ്ററി ടാർഗറ്റ് ആൻഡ് ഡീകോയ് UAVs. നെക്സ്റ്റ് ഈസ് റെക്കഗ്നൈസൻസ്. ബാറ്റിൽ ഫീൽഡ് ഇന്റലിജൻസിന് വേണ്ടി ഇപ്പോൾ എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്യുന്നതാണ് റെക്കഗ്നൈസൻസ് UAVs വിച്ച് ഈസ് ക്യാരിങ് ഒപ്റ്റിക്കൽ ഡിവൈസസ്. ഹൈ റെസൊല്യൂഷൻ ക്യാമറാസ്, IR സെൻസേഴ്സ്, തെർമൽ ഇമേജിങ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒപ്റ്റിക്കൽ പേലോഡ്സ് ആണ് ഇത് ആക്ച്വലി ക്യാരി ചെയ്യുന്നത്. അത് ലോങ് എൻട്രൻസ് ഉണ്ട്, ഷോർട്ട് എൻട്രൻസ് ഉണ്ട്, ലോ ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്, ഹൈ ആൾട്ടിറ്റ്യൂഡ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. പ്യൂർലി റെക്കഗ്നൈസൻസിനാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് attack for high risk that's the drones which is നമ്മളൊരു ഫൈറ്റർ എയർക്രാഫ്റ്റ് കൊണ്ട് പോയി കഴിഞ്ഞാൽ എനിമിയുടെ ഏരിയ അത്ര പ്രൊട്ടക്റ്റഡ് ആണ്. നമുക്ക് ചിലപ്പം അതേ കണ്ടീഷനിൽ തിരിച്ചു വരാൻ പറ്റിയാലെന്ന് തോന്നുന്ന പ്ലേസുകളിലേക്ക് ഇപ്പൊ കോമ്പാക്ട് ഡ്രോൺസ് ആണ് അയക്കുന്നത്. അപ്പൊ ആ ഡ്രോണിനെ നമുക്ക് നഷ്ടപ്പെട്ടാലും വി ആർ നോട്ട് ലൂസിങ് എനിത്തിങ് when comparing to a real aircraft and a pilot. So compact drones are one of the major sector developed and already developing more in military sector. Next is the research and development purpose drones. That is actually it is a UAV, unmanned aircraft aerial vehicle. It is, and we can add different things to test our technological parts of that one, or the new software, new components, new algorithms, all these things. Like these space props industries type companies are actually using this type of research and development drones that exclusively for developing the new technologies and integrating into that flying platform and testing it. And next is the civil and commercial drones. So many subcategories are coming in that, and from photography to so many delivery drones, passenger drones, ഇങ്ങനെ നിരവധി സബ് കാറ്റഗറീസ് അതിനകത്തുണ്ട്. അപ്പൊ ഇത് അഗെയിൻ ഒരു 5 ഡിഫറെന്റ് ടൈപ്പായിട്ട് നമ്മൾ ഇതിനെ കാറ്റഗറി ചെയ്തെന്ന് വെച്ചാൽ ഓരോ സെക്ടർ വൈസ് നമുക്ക് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാനാണ്. അപ്പം നമുക്ക് ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ ഇതിൽ ഏത് സെക്ടറിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം ആസ് പെർ അവർ നോളജ്, കപ്പാസിറ്റി, എവറിത്തിങ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ക്ലാസിഫിക്കേഷൻ ചെയ്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. But it may not be exactly in the technical point of view. These are not actually technical classifications. It's for our easy understanding and for concentrating to a particular field. On the
for the point of getting involved in this industry. നെക്സ്റ്റ് നമുക്ക് ഇത്രയും പറഞ്ഞതിൽ നെക്സ്റ്റ് വീണ്ടും നമുക്ക് മനസ്സിലേക്ക് ഇതൊന്ന് ടു അബ്സോർവ് ദ തിങ്സ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതൊക്കെ ഓൾറെഡി ഇപ്പം ന്യൂസിലുള്ള ചില UAVs ആണ്. ഇതിനകത്ത് കൊമേഴ്സ്യൽ UAVs ഉണ്ട്. ഞാൻ കൊമേഴ്സ്യൽ എന്ന കാറ്റഗറിയിൽ ഇട്ടെന്നേ ഉള്ളൂ. ഇത് കൊമേഴ്സ്യലായിട്ട് ഇൻ പ്രൊഡക്ഷനിലുള്ളതാണ്. അപ്പോൾ ടോപ്പ് റൈറ്റിൽ കാണുന്ന ഒരു ഹൈ റെസൊല്യൂഷൻ ക്യാമറ ക്യാരി ചെയ്യുന്ന ഒരു സർവൈലൻസ് ഡ്രോൺ ആണ്. സെൻട്രലിൽ കാണുന്ന പിക്ചേഴ്സ് എല്ലാം മിലിറ്ററി ഡ്രോണുകളാണ്. ബോട്ടം ലെഫ്റ്റിൽ കാണുന്ന ആക്ച്വലി ഒരു ഡ്രോൺ ആണ് വിച്ച് ക്യാൻ ലാൻഡ് ഓൺ വാട്ടർ സർഫസ് ആൻഡ് അതർ തിങ്സ്. അഗെയിൻ സർവൈലൻസ് ആൻഡ് അതർ തിങ്സ് യൂസ് ചെയ്യുന്ന. സെൻട്രലിൽ കാണുന്ന ഒരു ഹെലികോപ്റ്റർ ടൈപ്പ് ഡ്രോൺ ആണ് ഇത്. ആക്ച്വലി ഇറ്റ്സ് യൂസ്ഡ് ഫോർ 3D മാപ്പിംഗ് ആൻഡ് അതർ തിങ്സ്. ആൻഡ് ദ റൈറ്റ് സൈഡ് വിച്ച് ഈസ് എ ഡെലിവറി ഡ്രോൺ, ആമസോൺ ടൈപ്പ് കമ്പനീസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ദിസ് ഓൺലി ഫോർ അവർ ഈസി അണ്ടർസ്റ്റാൻഡിങ്. Next is micro UAVs. When we are talking about UAVs, ഞാൻ പറഞ്ഞു ഓൾറെഡി ഇറ്റ് ക്യാൻ ബി ഫ്രം ഗ്രാംസ് ടു 1000 of kgs. അതിൽ ഗ്രാംസ് കാറ്റഗറിയിൽ വരുന്നതാണ് ഈ മൈക്രോ UAVs. You can see how small the UAVs has become. ഫസ്റ്റ് കാണുന്ന പറഞ്ഞാൽ ഇറ്റ്സ് ഓൺ ദ ടിപ്പ് ഓഫ് യുവർ ഫിംഗർ. അത്രേ ഉള്ളൂ. ഒരു നമ്മളെ ഫ്ലൈസ് ഒക്കെ പറക്കുന്ന അത് ഫ്ലാപ്പിംഗ് വിങ് ടെക്നോളജിയാണ്. ഫ്ലാപ്പർ വിങ്സ് എന്ന് പറയും. പ്രൊപ്പല്ലറും വിങ്സ് അല്ലാത്ത വിങ്സും അല്ല, ജസ്റ്റ് നമ്മുടെ ഈ ഡ്രാഗൺ ഫ്ലൈ ഒക്കെ, ഇത് ഡ്രാഗൺ ഫ്ലൈ മോഡലിൽ കൊണ്ട് സെൻട്രലിൽ നിങ്ങൾക്ക് കാണാം. ആ ടൈപ്പ് ഇൻസെക്ട്സ് എങ്ങനെ ഫ്ലൈ ചെയ്യുന്നു അതേ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഈ ടൈപ്പ് ഓഫ് ഡ്രോൺസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി പ്രോട്ടോടൈപ്സും ഡെവലപ്ഡ് പ്രോട്ടോടൈപ്സ് ഉണ്ട്, ഇൻ യൂസ് പ്രോട്ടോടൈപ്സ് ഉണ്ട്. ഇപ്പം സാധാരണ UAVs ഇപ്പോൾ ഒരു എർത്ത് ക്യൂക്ക് ഉണ്ടായി ഒരു ബിൽഡിംഗ് ഒക്കെ കൊളാപ്സ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, അല്ലെ ഏതെങ്കിലും ടണലൊക്കെ ഇത് ഡാമേജ് ആയി, അതുപോലെ ഈ ഡ്രെയിനേജ് ലൈൻസ് ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു മനുഷ്യനോ അല്ലാത്ത ഡ്രോണുകൾക്കൊന്നും കയറാൻ പറ്റാതെ ഇങ്ങനത്തെ മൈക്രോ UAVs അവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് പോയി ജസ്റ്റ് നമുക്ക് വേണ്ട ഫോട്ടോസോ കാര്യങ്ങളോ ജസ്റ്റ് എടുത്തിട്ട് തിരിച്ചു വരും. അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് സെർച്ച് ആൻഡ് റെസ്ക്യൂ മിഷൻസിൽ പ്ലസ് സ്പൈയിങ് പർപ്പസ് മിലിറ്ററി യൂസിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ ഇത് ടു അണ്ടർസ്റ്റാൻഡ് ദ സൈസ് ഓഫ് ദ മൈക്രോ UAVs. മൈക്രോ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഏത് ലെവലിൽ വരുമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഈ പിക്ചർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഹെലിക്കേറ്റ്. ഈ ടാർഗറ്റ് ആൻഡ് ഡീകോയ് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ പാർട്ട് പോലെ വരുന്ന ആക്ച്വലി ഒരു പാസീവ് ഡ്രോൺസ് ആണ് ഇത്. വി ക്യാൻ കോൾ ഇറ്റ് എ ഡ്രോൺ ബട്ട് ഇറ്റ്സ് നോട്ട് എ ഫുള്ളി ഡ്രോൺ. ഇറ്റ്സ് എ UAV, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ, വിച്ച് ക്യാൻ ക്യാരി സബ് സിസ്റ്റംസ്. ആ ഗ്രീൻ സൈഡ് കളറിൽ കാണുന്നത് ആക്ച്വലി എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ബൈ US Air Force and Army in Afghan war. ഇത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കോമ്പിനേഷൻ ഓഫ് എ ബലൂൺ ആൻഡ് എ കൈറ്റ്. അതായത് നിങ്ങൾ ടെതേഡ് ബലൂൺസ് കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ അഡ്വർടൈസ്മെന്റിനും വല്ല ഷോപ്പിംഗ് മാൾസിലും എന്തെങ്കിലും ഫെസ്റ്റിവലിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പരസ്യത്തിന് വേണ്ടിയൊക്കെ ഹീലിയം നൈട്രജൻ ഒക്കെ നിറച്ച് ഇങ്ങനെ ബലൂൺസ് ഉണ്ട്. അത് ഒരു കയറിൽ വള്ളിയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉയർത്തി നിർത്തിയിരിക്കുന്നു. അപ്പം ഈ ബലൂണിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. നന്നായിട്ട് കാറ്റടിച്ചാൽ ഈ ബലൂൺ താഴേക്ക് വരും. ഇറ്റ് കാനോട്ട് സ്റ്റാൻഡ് അഗൈൻസ്റ്റ് വിൻഡ്. അതാണ് ഈ ബലൂണിൻ്റെ ഒരു പ്രശ്നം. അതേസമയം നമ്മൾ കൈറ്റിനെ കുറിച്ച് നോക്കണം. അത് പട്ടം എല്ലാവരും ചിലർക്ക് പറത്തിയിട്ടുണ്ടായിരിക്കും, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് കൈറ്റ്. പട്ടത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇറ്റ് റിക്വയർഡ് വിൻഡ് ടു ഫ്ലൈ. കാറ്റടിച്ചാൽ മാത്രമേ അത് പറക്കുള്ളൂ, കാറ്റില്ലെങ്കിൽ അത് താഴേക്ക് വരും. അപ്പം ഈ രണ്ട് ഐറ്റംസ് ഇവിടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് മാത്രം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാണ്. കാറ്റില്ലേലും കാറ്റുണ്ടെങ്കിലും ഇത് എയറിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. അതിനാണ് ഹെലിക്കേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബ്ലിംബ് ആൻഡ് കൈറ്റ്. അപ്പോൾ ഇതിൽ ആ ബോട്ടം പിക്ചർ കാണാം. അതിലൊരു 360 ഡിഗ്രി ഹൈ റെസൊല്യൂഷൻ സർവൈലൻസ് ക്യാമറയാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കണ്ടിന്യൂസ് സർവൈലൻസ് വേണ്ടെടുത്ത് ഇതുപോലെ ഒരു ബലൂൺ ഈ ഹെലിക്കേറ്റ് ഉയർത്തി നിർത്തി അത് കാറ്റുണ്ടെങ്കിലും ഇല്ലെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്ത് അവിടെ നിന്നോളും. അതിൽ നിന്ന് ഈ ക്യാമറ വെച്ചിട്ട് ആ എൻ്റെ ആസ് പെർ ദ ഹൈറ്റ് ഇറ്റ് ക്യാൻ കവർ കിലോമീറ്റേഴ്സ് ഓഫ് ഡിസ്റ്റൻസ്. അപ്പോൾ അത്രയും ഇപ്പം നമുക്കൊരു വൈറ്റൽ ഇൻസ്റ്റലേഷനിൽ കണ്ടിന്യൂസ് സെക്യൂരിറ്റി കവറേജ് വേണം. അപ്പോൾ ഈ ഡ്രോണിനൊക്കെ ആണെങ്കിൽ നമ്മളെ പവർ അവൈലബിൾ അനുസരിച്ച് ഓപ്പറേറ്റിംഗ് ടൈം ഉണ്ട്. കണ്ടിന്യൂസ് അതിന് ഫ്ലോട്ട് ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ലാൻഡ് ചെയ്യണം, ബാറ്ററി മാറ്റണം, അല്ലെങ്കിൽ ഫ്യൂൽ ഒഴിക്കണം, വീണ്ടും പോകണം. അപ്പം ഈ ടെതേഡ് ഹെലിക്കേറ്റ്സിന് ഇങ്ങനെയുള്ളൊരു പ്രശ്നമേ ഇല്ല. അപ്പം ഇതിൽ റൈറ്റ് സൈഡിൽ കാണുന്ന പാർട്ട് ഓഫ് അവർ പ്രോജക്ട് അമൃത യൂണിവേഴ്സിറ്റിയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്തൊരു സിസ്റ്റമാണ്. സക്സസ്ഫുള്ളി ടെസ്റ്റഡ് ദാറ്റ് വൺ. നൈട്രജനാണ് ഞങ്ങൾ അതിൽ ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഇതിലാണ് ഈ ഹെലിക്കേറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇതേപോലത്തെ വേഷൻസ് ആണ് ആക്ച്വലി ഡീകോയ് പർപ്പസിന് നമ്മൾ ആദ്യം പറഞ്ഞു ടാർഗറ്റ് ആൻഡ് ഡീകോയ് പർപ്പസ് ഡീകോയ് ടൈപ്പിൽ ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഇത് നമ്മുടെ എയർഫീൽഡിനോട് ചുറ്റുമോ അല്ല ഫാക്ടറികൾക്ക് ചുറ്റും അതുപോലെ വൈറ്റൽ ഇൻസ്റ്റലേഷന് ചുറ്റും ഇതുപോലത്തെ സാധനങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ എനിമി എയർക്രാഫ്റ്റ്സിന് നമ്മളെ ടാർഗറ്റ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടിയാണ്. അപ്പോൾ വൺ ഓഫ് ദിസ് UAV, sometimes you can call it drone if you add more accessories to that one, is a helicopter. Next we will see mini UAVs. Micro UAVs ഉണ്ട്. അതിൻ്റെ നെക്സ്റ്റ് കാറ്റഗറിയാണ് മിനി UAVs. ഇറ്റ്സ് weighing more than 500 gram and maybe up to 2 to 3 kg. മിനി UAVs വരും. ഇപ്പോൾ നമ്മുടെ DGCയുടെ ഇന്ത്യൻ ക്ലാസിഫിക്കേഷൻ അപ് ടു 2 kg ആണ് ഈ മിനി കാറ്റഗറിയിൽ വരുന്നത്. അപ്പം ഇതിൽ സൈസ് ഡിഫറൻസ് യു ക്യാൻ ഫീൽ. അഗൈൻ ഇതിൽ ഫിക്സഡ് വിങ് ഉണ്ട്, മൾട്ടി റോട്ടറി വിങ് ഉണ്ട്. അതാണ് മിനി UAVs. നെക്സ്റ്റ് ഈസ് പോലീസ് UAVs. ഇത് ആക്ച്വലി ഒരു ക്ലാസിഫിക്കേഷൻ അല്ല, അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. സിവിലിയൻ ആപ്ലിക്കേഷൻ സൈഡിൽ ഇപ്പോൾ വളരെയധികം യൂസ് ചെയ്യപ്പെടുന്ന ഒരു സെക്ടറാണ് പോലീസ് UAVs. മാക്സിമം അതിൽ ഹൈ റെസൊല്യൂഷൻ ക്യാമറാസ് ആയിരിക്കും, വേറെ അധികം ഡിവൈസസ് ഒന്നും വേണം. മേ ബി സം ഡ്രോൺസ് ആർ ക്യാരിങ് പബ്ലിക് അഡ്രസ് സിസ്റ്റംസ്, മൈക്രോഫോൺസ് ഒക്കെ. ഇപ്പോൾ ഒരു ക്രൗഡിലേക്ക് നമുക്ക് എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്യണം, അവരെ മോണിറ്റർ ചെയ്യണം, കൺട്രോൾ ചെയ്യണം, അങ്ങനെയുള്ളതിന്. പിന്നെ ഇത് മാക്സിമം യൂസ് ചെയ്യുന്ന ട്രാഫിക് കൺട്രോളിനാണ്. പിന്നെ സെക്യൂരിറ്റി, VIP സെക്യൂരിറ്റി, അതുപോലെ എന്തെങ്കിലും ഇവൻറ്റ്സ് ഒക്കെ നടക്കുമ്പം, വലിയ വലിയ ഇവൻറ്റ്സ് നടക്കുമ്പോൾ സ്റ്റേഡിയങ്ങളിലൊക്കെ ജസ്റ്റ് സെക്യൂരിറ്റി മോണിറ്ററിങ്ങിൽ. ഇത് ഓൾമോസ്റ്റ് എല്ലാ ഡെവലപ്ഡ് കൺട്രീസിലും ഇപ്പോൾ പോലീസ് ലോ എൻഫോഴ്സ്മെന്റിന് വേണ്ടി നന്നായിട്ട് യൂസ് ചെയ്യുന്നതാണ് പോലീസ് UAVs. Again, I am telling you, these are not technical classification, this for our understanding. നമുക്ക് ഓരോ സെക്ടറുകളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി, ആസ് പെർ ദ ഇൻഡസ്ട്രി പോയിന്റ് ഓഫ് വ്യൂ, നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന സെക്ടറുകൾ. അതായത് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് ഓക്കെ, നാളെ ഇന്ത്യയിലെ എല്ലാ പോലീസ് സേനയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രോൺ ഞാൻ ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ പോകും. അങ്ങനെ നമുക്ക് ഒരു ടാർഗറ്റ് നിശ്ചയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ക്ലാസിഫിക്കേഷൻസ് ചെയ്ത് കാണിക്കുന്നത്. The next is the stealth UAVs. These are actually exclusively applicable for military purpose only. സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് എയർക്രാഫ്റ്റുകൾ നല്ലോണം അഡ്വാൻസ് ആയി. അപ്പം എയർക്രാഫ്റ്റുകളിൽ നമ്മൾ കൺട്രോൾ ചെയ്യാനോ നശിപ്പിക്കാനൊക്കെ വേണ്ടി അതനുസരിച്ച് മനുഷ്യൻ റഡാർ കണ്ടുപിടിച്ചു. ഈ റഡാർ വെച്ചിട്ടാണ് എയർക്രാഫ്റ്റിനെ ടാർഗറ്റ് ചെയ്ത്. അപ്പം അതിൻ്റെ കൂടെ ഫ്രം ഗ്രൗണ്ട് ഫയറിംഗ് സിസ്റ്റംസ് കണ്ടുപിടിച്ചു, ആന്റി എയർക്രാഫ്റ്റ് ഗൺസ്, മിസൈൽസ്, റോക്കറ്റ്സ്, ഇതൊക്കെ ഡെവലപ്പ് ആയി. അപ്പോൾ എയർക്രാഫ്റ്റ് ഏവിയേഷൻ ഫീൽഡിൽ എന്ത് വന്നു, സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളിലേക്ക് പതുക്കെ കൺവേർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സ്റ്റെൽത്ത് ടെക്നോളജി വന്ന് ഈ റഡാറുകളെ അവോയ്ഡ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള എയർക്രാഫ്റ്റ്സിനാണ് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ്സ് എന്ന് പറയുന്നത്. അത് ഡ്യൂ ടു ഇറ്റ്സ് ഷേപ്പ്, മെറ്റീരിയൽ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ, സർഫസ് കോട്ടിംഗ്, സ്പെഷ്യലി റഡാർ അബ്സോർബൻ പെയിന്റ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്, അതൊക്കെയാണ് ഇതിന്റെ പുറത്ത് കോട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഡിഫറെന്റ് ടെക്നിക്സ് ഉപയോഗിച്ചാണ് ഈ സ്റ്റെൽത്ത് കപ്പാസിറ്റി എയർക്രാഫ്റ്റ്സിനെ അച്ചീവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പം ഡ്രോണുകൾ ഇത്രയധികം വാറിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം ആന്റി ഡ്രോൺ സിസ്റ്റംസും നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഡ്രോണിനെ ബ്ലൈൻഡ് ആയിട്ട് ഫയർ ചെയ്താൽ മാത്രം എപ്പോഴേലും ഏതെങ്കിലും ഒരു ബുള്ളറ്റ് കൊണ്ടാൽ ആ ഡ്രോണിനെ കിട്ടും. അത് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിപ്പം ഈ വലിയ നെറ്റുകളൊക്കെ ഫയർ ചെയ്യാൻ പറ്റുന്ന ഗണ്ണുകളുണ്ട്. അത് ഫയർ ചെയ്തിട്ട് ഈ നെറ്റ് പോയി ഡ്രോണിന്റെ മുകളിലേക്ക് പിന്നെ അങ്ങനെ ക്യാച്ച് ചെയ്യും. അതും കഴിഞ്ഞിട്ട് ഇപ്പം ലേസർ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഇച്ചിരി അഡ്വാൻസ് ആയിട്ട് ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ ഫ്രീക്വൻസി മറ്റുള്ള സിസ്റ്റംസ് എല്ലാം ജാം ചെയ്തിട്ട് അതിനെ കൺഫ്യൂസ് ആക്കി ക്രാഷ്, ഇങ്ങനെ പല രീതികളും ഇപ്പം ഡ്രോണിനെ പിടിക്കാൻ വേണ്ടി ഈ ഡ്രോണിന്റെ ആപ്ലിക്കേഷൻ സൈഡ് ഒരു സൈഡ് വളരുന്ന പോലെ തന്നെ ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന പല ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. നമുക്ക് ഏത് ടെക്നോളജി കിട്ടിക്കഴിഞ്ഞാലും അതിന്റെ ഒരു ബാഡ് സൈഡ് എന്ന് പറയുന്നത് ഇതിന്റെ ആക്ച്വലി മിസ്യൂസ് ഓഫ് ദാറ്റ് ന്യൂ ടെക്നോളജിയാണ്. അപ്പം ലീഗലും എത്തിക്കലും ആയിട്ടുള്ള വേയിൽ ഡ്രോൺസ് യൂസ് ചെയ്യാതെ തന്നെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനും ഇപ്പം നമ്മുടെ ബോർഡറുകളിലൊക്കെ അറിയാൻ ഫോർ ട്രാൻസ്പോർട്ടിങ് എന്താ പറയുന്നത് ഈ മയക്കുമരുന്നുകളൊക്കെ ഇപ്പൊ പഞ്ചാബ് ബോർഡറിലും അവിടെയൊക്കെ നമുക്ക് പലരും കേൾക്കാറുണ്ട്. ഈ ഡ്രോണിൽ കൂടെ അവിടെ മയക്കുമരുന്ന് ഇങ്ങോട്ട് കടത്തി, അല്ല വെപ്പൺ കടത്തി, ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഡ്രോൺ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ആന്റി ഡ്രോൺ സിസ്റ്റംസും നന്നായിട്ട് അഡ്വാൻസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്തു, മിലിറ്ററിയിൽ നൗ ദേ ആർ അഗെയിൻ മൂവിങ് ടുവേർഡ്സ് ദ സ്റ്റെൽത്ത് ടെക്നോളജി ഫോർ UAVs. അപ്പം സ്റ്റെൽത്ത് കേപ്പബിൾ UAVs ആണ് നമ്മളീ കാണുന്നത്, വിച്ച് ക്യാൻ അവോയ്ഡ് ദ റഡാർ ഡിറ്റക്ഷൻ ആൻഡ് ദിസ് ആന്റി ഡ്രോൺ സിസ്റ്റംസ്. ഇനി ജസ്റ്റ് ഇത്രയൊക്കെ കണ്ടുകഴിഞ്ഞ് ഫ്യൂച്ചറിൽ ഇത് ഏത് ലെവലിലേക്കായിരിക്കും പോകുന്നതെന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ്. അതിൽ ആ സെൻട്രൽ കാണുന്ന ഒരു സോളാർ UAV ആണ്. അത് റീസെൻ്റ്ലി പ്രോട്ടോടൈപ്പ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്.
സക്സസ്ഫുൾ ആയിരുന്നു. അതിലേക്ക് നമുക്ക് കാണാം, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് ഈ സോളാർ UAV. എന്തുകൊണ്ടാണെന്നുള്ളത് നെക്സ്റ്റ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് താഴെ കാണാം X-48B എന്ന് പറയുന്ന US എയർഫോഴ്സിന്റെ ഒരു പ്രോഗ്രാമാണ്, സൂപ്പർസോണിക് ഡ്രോൺ ആണ്. അപ്പോൾ ഇതൊക്കെ ഇതുപോലത്തെയാണ് നമ്മുടെ ഡ്രോണിന്റെ ഫ്യൂച്ചർ ടെക്നോളജി ഓർ ഫ്യൂച്ചർ ഡ്രോൺസ്. കൺസെപ്റ്റ് ഡ്രോൺസ് എന്നല്ല, ഇതിൽ പലതും പ്രോട്ടോടൈപ്പ് അണ്ടർ ടെസ്റ്റിംഗ് ആണ്, ചിലത് കൺസെപ്റ്റ്സ് ആണ്. ഇനി ഡ്രോൺ ഒരു വസ്തു ഡ്രോൺ ആകണമെങ്കിൽ അതിന് ഓട്ടോണമസ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഡ്രോൺ എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പം ഈ ഏത് ലെവലിലുള്ള ഡ്രോൺ ആണ് നമ്മൾ നിശ്ചയിക്കുന്നത് ബേസ്ഡ് ഓൺ ദ ഡിഗ്രി ഓഫ് ഓട്ടോണമി ഇറ്റ് ഈസ് ആയി. ചില UAVസിനെ ഡ്രോൺസ് വിളിക്കും, അത് ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് മോർ ദാൻ എ സിമ്പിൾ റേഡിയോ കൺട്രോൾഡ് എയർക്രാഫ്റ്റ്. അതായത് ഇതിൽ തന്നെ ഫിക്സഡ് വിങ്, നമ്മളിപ്പോൾ ഹോബി ലെവലിലൊക്കെ ഫ്ലൈയിങ് ക്ലബ് അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഈ ഫിക്സഡ് വിങ് എയർക്രാഫ്റ്റ് ഒക്കെ സിമ്പിളി നമ്മൾ വെറുതെ അതിന്റെ കൺട്രോൾ സർഫസ് ഓപ്പറേറ്റ് ചെയ്ത് ഒരു മോട്ടറും പ്രൊപ്പൽഷൻ സിസ്റ്റം വെച്ചിട്ട് റിമോട്ട് കൺട്രോൾ വെച്ച് ഫ്ലൈ ചെയ്യും. എന്നാൽ അതിന് ഓട്ടോണമസ് കപ്പാസിറ്റി ഒന്നുമില്ല, എപ്പോഴും ഈ ഓപ്പറേറ്റർ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും മാത്രമേ അത് ഫ്ലൈ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ഈ നമ്മുടെ ഹ്യൂമൻ പൈലറ്റിന്റെ ഇന്റർവെൻഷൻ ഓൾവേസ് ഇല്ലാതെ തന്നെ ഇത് ഫ്ലൈ ചെയ്യാൻ ഉള്ള ഡ്രോണിന്റെ കപ്പാസിറ്റിക്കാണ് ഈ ഡിഗ്രി ഓഫ് ഓട്ടോണമി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സോഫിസ്റ്റിക്കേറ്റഡ് വേർഷൻസിന് ബിൽറ്റ് ഇൻ കൺട്രോൾ ഗൈഡൻസ് സിസ്റ്റംസ് ഉണ്ട്, ലോ ലെവൽ ഹ്യൂമൻ പൈലറ്റ് ഡ്യൂട്ടീസ്. ഹ്യൂമൻ പൈലറ്റ് ആക്ച്വലി ഫ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യുന്ന അതേ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സ്പീഡ് ആൻഡ് ഫ്ലൈറ്റ് സ്റ്റെബിലൈസേഷൻ, നാവിഗേഷൻ ഫങ്ഷൻസ്, ഇതെല്ലാം ഉള്ള ഇതിനാണ് ഓട്ടോണമസ് ഡ്രോൺ എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ കപ്പാസിറ്റി കൂടിക്കൊണ്ടിരിക്കുമ്പോഴും അതിന്റെ ഡിഗ്രി ഓഫ് ഓട്ടോണമി കൂടുതലുണ്ടെന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഡിഗ്രി ഓഫ് ഓട്ടോണമി എന്ന് പറയുന്നത് ഡ്രോൺ ആണോ സിമ്പിൾ UAV ആണോ UAS ആണോ ഡ്രോൺ ആണോ എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിന്റെ ഒരു ബേസിക് അതിന്റെ ഡിഗ്രി ഓഫ് ഓട്ടോണമിയാണ്. ഇനി ഈ ഡിഗ്രി ഓഫ് ഓട്ടോണമിയിൽ വരുമ്പോൾ അടുത്ത മെയിൻ തിങ് വിച്ച് ഈസ് കമ്മിങ് ഇൻ ടു ദിസ് വൺ ഈസ് AI പവേർഡ് ഡ്രോൺ. ദാറ്റ്സ് എ ന്യൂ ടൂൾ ഓഫ് വാർഫെയർ ആണ്. ഇപ്പോൾ ഏറ്റവും റാപ്പിഡായിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ദാറ്റ് ബിക്കം റെവല്യൂഷൻ, ദാറ്റ് ഈസ് ആക്ച്വലി റെവല്യൂഷനൈസിങ് ദ വേ വാട്ട് വി വർക്ക് ടു ഡു ഓൾ ദീസ് തിങ്സ്. ഇപ്പൊ ഇതിൽ ഡ്രോൺ റിലേറ്റഡ് സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പെന്റഗൺ റൺ ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്, റെപ്ലിക്കേറ്റർ എന്നാണ് ആ പ്രോഗ്രാമിന്റെ പേര്. അതിന്റെ ഡീറ്റെയിൽസ് താല്പര്യമുള്ളവർക്ക് പബ്ലിക് ഡൊമൈനിൽ നോക്കാം, അധികം ഒന്നും അവൈലബിൾ അല്ല, വളരെ സീക്രട്ട് മിഷനാണ്. ദാറ്റ് വാട്ട് ദേ ആർ ഡൂയിങ് ഈസ് ദാറ്റ് ദേ ആർ using artificial intelligence into the battlefield. Yes, United States is bringing artificial intelligence in the battlefield. Actually, replicator program എന്ന് പറയുന്നത് ഇൻഫ്യൂസ്മെന്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ ഡ്രോൺ, അതിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണ്. അവരതിനെക്കുറിച്ചൊന്നും വളരെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് പുറത്ത് വിട്ടിട്ടില്ല. അവർ ആക്ച്വലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ലെതൽ ഓട്ടോണമസ് വെപ്പൺ സിസ്റ്റംസ്, LAWS എന്നാണ് അതിന് പറയുന്നത്. ദാറ്റ് ക്യാൻ ഐഡന്റിഫൈ, ട്രാക്ക് ആൻഡ് ടാർഗറ്റ് വിത്തൗട്ട് ഹ്യൂമൻ ഇന്റർവെൻഷൻ. അതായത് ഒരു ടാർഗറ്റിനെ എന്താണെന്ന് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും, അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതായത് ഹ്യൂമന്റെ ഒരു റിമോട്ട് ഓപ്പറേറ്ററുടെ പൈലറ്റിന്റെ അസിസ്റ്റൻസ് ഇല്ലാതെ തന്നെ അതിന്റെ ഓൺ ചിന്ത ഉപയോഗിച്ചിട്ട്, അതിന്റെ ഓൺ ബ്രെയിൻ അതിൽ ഓൾറെഡി ഒരു ചെയ്തിരിക്കുന്ന പ്രോഗ്രാം അനുസരിച്ച് അതിനെ പറഞ്ഞ ഒരു ടാർഗറ്റിനെ ഐഡന്റിഫൈ ചെയ്ത് ട്രാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഈ പ്രോഗ്രാമിന്റെ ബേസ് അതാണ്. ഇതിന്റെ ഒരു സം ലെവലിൽ ആക്ച്വലി ഇപ്പോൾ യുക്രൈനിലൊക്കെ മേ ബി ടെസ്റ്റിംഗ് ഇറ്റ്, യുക്രൈൻ റഷ്യ വാറിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈയിടെയൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ വന്നിരുന്നു ഈവൻ റോബോട്ട് മൗണ്ടഡ് ഗൺസ് ഫോർവേഡ് ഏരിയയിൽ സോൾജേഴ്സ് പോകുന്നതിന്, സോൾജേഴ്സിന് കോഷ്യാലിറ്റി കുറയ്ക്കാൻ വേണ്ടി ലാൻഡ് മൂവിങ് റോവേഴ്സ്, ഞാൻ പറയും അതും ദാറ്റ് ഓൾസോ ഡ്രോൺ. നമ്മൾ പറയുമ്പം അതും ഡ്രോണാണ്. ആ ഡ്രോണുകളിൽ ഗണ്ണ് ലോഡ് ചെയ്തിട്ട് ആ ഗണ്ണ് ഉപയോഗിച്ച് ഫോർവേഡ് ഏരിയയിൽ അവർ മിഷൻസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇതിൽ ഉപയോഗിക്കുന്ന കില്ലർ ആൽഗരിതംസ്, അതായത് വാർഫെയർ സൈഡിലേക്ക് യൂസ് ചെയ്യുമ്പോൾ ഇത് ആക്ച്വലി ഹ്യൂമൻ ബെനിഫിറ്റ്സിന് വേണ്ടിയല്ല, ഡിസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ വി കോൾ ഇറ്റ് കില്ലർ ആൽഗരിതംസ്. സോ ഈ ആൽഗരിതംസ് ഇംപ്രൂവ് ആകുന്നതോറും ഓട്ടോണമസ് ഡ്രോണിന്റെ ഓട്ടോണമസ് കപ്പാസിറ്റി ഇച്ചിരി ഡേ ബൈ ഡേ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിലൊരു പ്രശ്നം കൂടി ഇൻവോൾവ് ആണ്. ദാറ്റ് വിൽ സി AI പവേർഡ് ഡ്രോണിൽ നോർമൽ വാർമോട്ട് ആർമീസിനെക്കാളും വെച്ച് AI ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിന് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൽ ആക്ച്വലി ഇപ്പം പെന്റഗൺ പറയുന്നത് വി ആർ യൂസിങ് റെസ്പോൺസിബിൾ AI എന്നാണ്. അതായത് ഡിസിഷൻ
മേക്കിംഗ് ലൂപ്പിൽ ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ എപ്പോഴും ഉണ്ടായിരിക്കും എന്നാണ് അവർ പറയുന്നത്. സോ ദ AI used will be in a way of lawful, ethical, responsible and accountable ways ആയിരിക്കുമെന്നാണ് അവർ പറയുന്നത്. എത്രത്തോളം ചില യൂസിൽ വന്നതിനും ഫലപ്രദമാണെന്ന് നമുക്കറിയത്തില്ല. എല്ലാ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇതാണ് നല്ലതിനു വേണ്ടി എന്ന് പറഞ്ഞ് തുടങ്ങും. ദെൻ ദ ഈവിൾ സൈഡ് ഓഫ് ദാറ്റ് വൺ വിൽ ഓവർടേക്ക്. ഓക്കെ, ഈ ആക്ച്വലി AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡ്രോണുകളിലേക്കും അതുപോലെ എന്ത് മെഷീനിലേക്ക് നമ്മൾ ഇൻഫ്യൂസ് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മെയിൻ പോയിന്റ് ഉണ്ട്. ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോ ആൻഡ് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ലോ. അതായത് ഇത് ഹ്യൂമൻ ബീയിങ്ങിന്റെ പ്രൈവസിക്കും പീസ്ഫുൾ ലൈഫിനും ഫ്രീഡത്തിനും ഒന്നും തടസ്സം നിൽക്കുന്ന രീതിയിലായിരിക്കില്ല നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി എല്ലാ ടെക്നോളജിയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പം സ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഹ്യൂമൻസ് ആർ ലിവറേജിങ് AI ടു എസ്റ്റാബ്ലിഷ് ന്യൂ പാറ്റേൺസ് ഓഫ് വയലൻസ് ആൻഡ് ഡോമിനേഷൻ ഓഫ് ഓവർ ഈച്ച് അതർ. അത് നമ്മൾ ഓൾറെഡി കണ്ടു. ഇതിപ്പം വാർ സോണിലെ കാര്യമാണ് പറയുന്നത്, അല്ലാതെ തന്നെ ഇവിടെ സിവിലിയൻ സൈഡിൽ തന്നെ ഇപ്പം AI ഉപയോഗിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് സൈബർ ക്രൈംസ് ഒക്കെ ചെയ്യുന്ന ഇൻസിഡൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മിലിറ്ററി സൈഡിലേക്ക് ഈ രീതിയിൽ ഇൻഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരു ലോഫുൾ, എത്തിക്കൽ, റെസ്പോൺസിബിൾ വേയിൽ യൂസ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ threat for our life itself. So introduction of artificial intelligence into drones is a very big step, and it will be in a one way it's going to change our life, but we have to be very careful. ഇനി ഇതിന്റെ ഈ ഡ്രോണുകളുടെ നെക്സ്റ്റ് കമ്മിങ് ഇയേഴ്സ് നെക്സ്റ്റ് ഡെക്കേഡിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, അല്ലെ സംഭവിക്കേണ്ടതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഫ്യൂച്ചർ ഓഫ് ഡ്രോൺസ് ഈസ് promising, ബട്ട് നമ്മൾ വളരെയധികം ചലഞ്ചസ് വി നീഡ് ടു അഡ്രസ്. ഓൾറെഡി ഇതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഈ ചലഞ്ചസിനെല്ലാം നമ്മൾ അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് ഇത് പോവുകയുള്ളൂ. ദാറ്റ് ഇൻക്ലൂഡ് ടെക്നോളജിക്കൽ ലിമിറ്റേഷൻസ്, ഓവർകമ്മിങ് ദ ടെക്നോളജിക്കൽ ലിമിറ്റേഷൻ, എയർ സ്പേസ് ഇന്റഗ്രേഷൻ, പബ്ലിക് അക്സെപ്റ്റൻസ് ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്സ്. ഇതൊക്കെയാണ് ഇപ്പം ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്. അതുകൊണ്ടാണ് ഈ ഡ്രോൺ സെക്ടർ ഒരു സിവിൽ കൊമേഴ്സ്യൽ ആപ്ലിക്കേഷൻ ഇപ്പോഴും കുറച്ചേറെ പിൻവലിഞ്ഞ് നിൽക്കുന്നത്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ കുറെ ടെക്നോളജിക്കൽ ലിമിറ്റേഷൻസ് ഇപ്പോഴും ഉണ്ട് ഇതിന്റെ സേഫ് ഓപ്പറേഷൻ റിലേറ്റഡ്. പിന്നെ എയർ സ്പേസ് എങ്ങനെ മാനേജ് ചെയ്യും? ഇപ്പൊ എയർക്രാഫ്റ്റ്സ് സിവിൽ ആണെങ്കിലും കൊമേഴ്സ്യൽ മിലിറ്ററി എയർക്രാഫ്റ്റ്സ് ആണെങ്കിലും എയർ സ്പേസ് കവർ ചെയ്യുന്നതിനെ കുറിച്ച് എല്ലാ കൺട്രീസിനും ഇന്റർനാഷണൽ ലെവലിൽ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, കൺട്രോളിങ് അതോറിറ്റീസ് ഉണ്ട്. അത് വെൽ ഫോർമുലേറ്റഡ് റൂൾസ് ആണ്. അതേപോലെ ഒരു റൂൾസ് ഇതുവരെ ഫോർമുലേറ്റ് ആയിട്ടില്ല ഡ്രോൺ ഓപ്പറേഷന് വേണ്ടി. അല്ലെങ്കിൽ ഡ്രോണുകൾ ആകാശത്തോടെ ചീറിപ്പോയാൻ തുടങ്ങുമ്പോൾ ഇതിനെ എങ്ങനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യും? പിന്നെ ഇതിന് പബ്ലിക് അക്സെപ്റ്റ് എങ്ങനെ ചെയ്യുന്നുള്ളത്, ഈ കാര്യം, അതായത് വയലേഷൻ ഓഫ് പ്രൈവസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഒത്തിരി വരും. ഇപ്പൊ തന്നെ പല രീതിയിലും സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ബീച്ചിലൊക്കെ പോയിട്ട് അവിടെയുള്ള ആൾക്കാരുടെ പെർമിഷൻ ഒന്നുമില്ല ഡ്രോൺ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കുക ചെയ്യുന്ന പറഞ്ഞാൽ അങ്ങനത്തെ കുറെ കൺസേൺസ് ഉണ്ട്. അപ്പൊ ദീസ് ആർ ദ challenges we have to address for the future of drones. പിന്നെ കൊളാബറേഷൻ ബിറ്റ്വീൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് ഇതിനകത്ത് ഡിഫറെന്റ് സ്ട്രീംസ് ഇൻവോൾവ് ആണ്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, എയറോസ്പേസ്. അപ്പം ഇതിൽ ഓരോ സെക്ടറിലും അവരെ ഓരോരോ ലീഡിങ് ഫേംസ് കാണും, സയന്റിസ്റ്റ് കാണും, R&D വേറെ സെക്ഷൻസ് കാണും. ഇവർ തമ്മിലുള്ള ഒരു കൊളാബറേഷൻ വളരെയധികം ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ റിക്വയർഡ് ആണ്. പിന്നെ മോർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പം ഈ ഇപ്പോൾ നടക്കുന്ന ഡയലോഗുകളും മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ കൂടുതൽ ഇച്ചിരി വർക്കൗട്ട് ആവണം ഇതിനെ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പം ഈ ഏരിയാസും നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതാണ്. അപ്പം ഈ ഇതിന്റെ നെക്സ്റ്റ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇപ്പം വെളിയിൽ NDPC ആണ് സർവേയിങ്ങിന് ഉപയോഗിക്കുന്നത്, ഇന്ത്യൻ റെയിൽവേ ട്രാക്ക് മോണിറ്ററിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ വലിയ വലിയ പെട്രോളിംഗ് ഇൻസ്റ്റലേഷൻ, റിലയൻസ് ഇൻഡസ്ട്രീസ് ഒക്കെ പോലെ അവരുടെ ഫെസിലിറ്റി സർവേലൻസിന്, ഇങ്ങനെ പല പല സെക്ടറുകളിൽ ഓൾറെഡി ഡ്രോൺസ് ആക്ച്വലി ഇൻ യൂസ് ആണ്. അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫുള്ള് ലാൻഡ് 3D മാപ്പിങ്ങിന് വേണ്ടി ഡിഫറെന്റ് കമ്പനീസ് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ലാൻഡ് പ്രോപ്പർട്ടീസ് മുഴുവൻ 3D മാപ്പിംഗ് നടത്തി ഡിജിറ്റൽ മാപ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഈ ആപ്ലിക്കേഷൻ ഓഫ് അക്രോസ് ഇൻഡസ്ട്രീസ് ഇത് ഫ്യൂച്ചറിൽ വീണ്ടും കൂടുതൽ വളരാൻ പോവുകയാണ്. ഇതിൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ യൂസേജ് ആണ്. ആ ഡ്രോൺസിന് കൊണ്ട് ആക്ച്വലി നമ്മുടെ എന്താ പറയുന്നത്, ഇറ്റ്സ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു റീഷേപ്പ് അവർ വേൾഡ് ഇൻ അഗ്രികൾച്ചർ ഫീൽഡ്. പണ്ട് ട്രാക്ടർ റെവല്യൂഷൻ എന്ന് പറഞ്ഞ പോലെയാണ് ഇനി നെക്സ്റ്റ്
നടക്കുന്നത് ഇപ്പം ഡ്രോൺ റെവല്യൂഷനാണ്. മോറോവർ ഇത് ഈ അഗ്രികൾച്ചർ സെക്ടറിൽ തന്നെ നെക്സ്റ്റ് 10 years 50 lakhs ജോബ് ഇന്ത്യയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പൊ തന്നെ അറിയാം, നമ്മുടെ ഇവിടെ കുടുംബശ്രീ ലെവലിൽ പോലും ഡ്രോൺ ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ആലപ്പുഴ, പാലക്കാട്, കുട്ടനാട്, പാലക്കാട് ഇവിടെയുള്ള പാടശേഖരങ്ങളിലൊക്കെ ഡ്രോൺ ഉപയോഗിച്ച് ഇപ്പം ഇതിന്റെ പൈലറ്റ് പ്രോജക്ട്സ് ആയിട്ട് നടക്കുന്നുണ്ട്. ഇനി നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോയ തമിഴ്നാട്, ആന്ധ്ര, കർണാടക ഇങ്ങനത്തെ ഇപ്പോൾ നോർത്ത് ഇന്ത്യ ഓൾമോസ്റ്റ് മുഴുവൻ അവിടെ ഇപ്പം ലേഡീസ് വരെ ട്രെയിൻഡ് ആൾക്കാരുണ്ട്, ഡ്രോൺ ഓപ്പറേറ്റേഴ്സ് ആണ്. അവർക്ക് ഇപ്പോൾ അഗ്രികൾച്ചർ പർപ്പസ് നന്നായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവും സബ്സിഡീസും ഗ്രാൻറ്റുകളും ഈ സെക്ടറിൽ നന്നായിട്ടുണ്ട്. അത് നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണത്, അഗ്രികൾച്ചർ ഡ്രോൺസ്. അപ്പം ഈ പൊട്ടൻഷ്യൽ ആക്ച്വലി യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇപ്പോഴുള്ള ഈ റെഗുലേറ്ററി ചാലഞ്ചസ്, പ്രൈവസി കൺസേൺസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാം കൂടെ ചേർന്നിരുന്ന് ചർച്ച ചെയ്ത് ഇതിന് ന്യൂ സൊല്യൂഷൻസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ ഫ്യൂച്ചർ പ്രോസ്പെക്റ്റിന് വേണ്ടി. ഇപ്പം ഇതിൽ വരുമ്പം നെക്സ്റ്റ് ഈ UAV എൻട്രൻസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഫ്യൂച്ചറിലും അറ്റ് പ്രസന്റിലും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു വിട്ടിരുന്നു. അതായത് നമുക്ക് ഹ്യൂമൻ ബീയിങ്സിനുള്ള ലിമിറ്റേഷൻ ഒന്നും ഡ്രോണിലില്ലെങ്കിലും അതിന് എൻട്രൻസിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഫോർ വെദർ ഇറ്റ് ഈസ് എ ഫ്യൂവൽഡ് എയർക്രാഫ്റ്റ് ഓർ ബാറ്ററി പവർഡ് എയർക്രാഫ്റ്റ്. ഈ ഫ്ലൈറ്റ് ഡ്യൂറേഷൻ ആക്ച്വലി വേൾഡ് IC എയർക്രാഫ്റ്റ് ആണെങ്കിൽ അത് ക്യാരി ചെയ്യുന്ന ഫ്യൂവലിനും, ഇലക്ട്രിക് പ്രൊപ്പൽഡ് എയർക്രാഫ്റ്റ് ആണ് അത് ക്യാരി ചെയ്യുന്ന ബാറ്ററി പവറിനും ഡിപ്പെൻഡ് അപ്പോൺ ആണ് ഇതിന്റെ എൻഡുറൻസ് എന്ന് പറയുന്നത്, എയർബോൺ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന സമയം. അപ്പം ഇതിന്റെ സമയം കൂട്ടാൻ വേണ്ടി നമുക്ക് ടൺസ് ഓഫ് ഫ്യൂവൽ ഒന്നും ക്യാരി ചെയ്യാൻ പറ്റില്ല. അതനുസരിച്ച് എയർക്രാഫ്റ്റിന്റെ വെയിറ്റും സൈസും കൂടും. അതേപോലെ ഇപ്പം അരമണിക്കൂർ പറക്കുന്ന ഒരു ഡ്രോണിനെ 1 മണിക്കൂർ പറപ്പിക്കണമെങ്കിൽ നമുക്ക് ഇപ്പോൾ അതിന്റെ ഇരട്ടി ബാറ്ററി വെച്ചിട്ട് പറപ്പിക്കാന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. അപ്പം ഇരട്ടി ബാറ്ററി വയ്ക്കുമ്പോൾ അതിന്റെ വെയിറ്റ് കൂടും, നാച്ചുറലി അതിന്റെ പെർഫോമൻസ് പോകും. അപ്പം ഈ ഇലക്ട്രിക് പവേർഡ് സെക്ഷനിലാണെങ്കിൽ ബാറ്ററി പവർ എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ കൂടുതൽ ഫർദർ അഡ്വാൻസ്ഡ് ടെക്നോളജീസ്, ബാറ്ററി ടെക്നോളജീസ് നമുക്ക് ആക്ച്വലി ആവശ്യമാണ് പവറിങ്ങിന് വേണ്ടി. അപ്പം മിലിറ്ററി സൈഡിലൊക്കെ വളരെ സൂയിസൈഡ് ഡ്രോൺസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിക്കവാറും IC എഞ്ചിൻ പവേർഡ് ആണ്. അപ്പം മിലിറ്ററി പർപ്പസിന് അത്, പക്ഷേ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് നോക്കിക്കഴിഞ്ഞാൽ IC എഞ്ചിൻ ഡിഫിക്കൽട്ട് ടു ഓപ്പറേറ്റ് ആൻഡ് മെയിൻ്റെനൻസ്. ഈ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റം ഈസ് വെരി ഈസി ടു നീൽ മെയിൻ്റെനൻസ്, യു ക്യാൻ സേ വെരി ഈസി ടു ഓപ്പറേറ്റ്. അപ്പൊ ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് സോളാർ ഇലക്ട്രിക് UAVs ആണ്. അപ്പൊ ഞാൻ ഒരു പ്രോട്ടോടൈപ്പിന് മുമ്പ് കാണിച്ചിരുന്നു സോളാർ UAVs. അപ്പൊ സോളാർ സിസ്റ്റത്തിൽ ആക്ച്വലി എന്ന് പറഞ്ഞാൽ ചെറിയ പ്രോബ്ലംസ് ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന വെച്ചാൽ ഈ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ ആയി കഴിയുമ്പോൾ ഇത് പവർ കൺസ്യൂംഡ് ബൈ ദിസ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഓർ ദ മോട്ടേഴ്സ് ആർ വെരി ഹൈ. അപ്പം സോളാർ UAVs വെച്ചിട്ട് ഇത്ര ഹൈ എനർജി നമുക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം? അപ്പൊ അത്രയും എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വെരി ബിഗ് ഏരിയ ഓഫ് സോളാർ പാനൽസ് വേണം. അപ്പം എയർക്രാഫ്റ്റിന്റെ വിങ് സൈസും കാര്യങ്ങളും പ്ലസ് മൾട്ടി റൊട്ടേഴ്സിൽ ഇപ്പം സോളാർ സെൽസ് ക്യാരി ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. അതിന് സർഫസ് ഏരിയ ഇല്ല അതിന്. ഫിക്സഡ് വിങ് ആണെങ്കിൽ ഓക്കെ. അപ്പം ഇതും നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു ഫീൽഡാണ്. അപ്പം ഫ്യൂച്ചറിൽ ഇതിനെ UAV ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി റിസർച്ച് ചെയ്യേണ്ട ഒരു ഫീൽഡാണ് ഇംപ്രൂവിങ് ദ എൻട്രൻസ്. ഇത്രയും UAV കുറിച്ച് സംസാരിച്ചപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ടേമാണ് ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഫ്ലൈയിങ് എന്ന് പറയുന്നത്. FPV എന്ന് പറഞ്ഞൊരു ടേം UASന്റെ പാർട്ടാണ്. അതായത് അൺമാൻഡ് ഏരിയൽ സിസ്റ്റത്തിന്റെ പാർട്ടാണ്. അതായത് ഇതൊരു ഓൺ സ്ക്രീൻ ഡിസ്പ്ലേ എന്ന് പറയും. നമ്മളൊരു പൈലറ്റ് എയർക്രാഫ്റ്റിൽ ഇരുന്ന് ഫ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ പൈലറ്റിന് അതിന്റെ ഫ്രണ്ട് വ്യൂ കാണാൻ പറ്റും. പ്ലസ് നമ്പർ ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് റഡാർസ് ഗീവ് ഹിം ദ ആക്ച്വൽ ഫ്ലൈറ്റ് ഇൻഫർമേഷൻ. ഈ ഫ്രണ്ട് വ്യൂവും ഈ ഫ്ലൈറ്റ് ഡാറ്റയും ഉണ്ടെങ്കിൽ മാത്രമേ പൈലറ്റിന് എഫിഷ്യന്റ് ആയിട്ട് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതേപോലത്തെ ഇൻഫർമേഷൻ റിമോട്ട്ലി ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഫുൾ ഓട്ടോണോമസ് ഡ്രോൺ ആണെങ്കിൽ പോലും ഇതിനെ മോണിറ്ററിങ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ ഒരു ഹ്യൂമൻ ഇൻപുട്ട്, ഹ്യൂമൻ വിൽ ബി ഓൾവേസ് ഇൻ ദ ലൂപ്പ്. അപ്പൊ ആ ലൂപ്പിൽ ഇരിക്കുന്ന ആൾക്ക് ഇതിനൊരു ഫീഡ്ബാക്ക് കിട്ടണം. അത് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഫസ്റ്റ് പേഴ്സൺ. ഇതിന്റെ ഫസ്റ്റ് ഇത് കാണുന്ന ഒരു ഡാറ്റ സ്ക്രീൻ മാത്രമാണ്. ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് നോക്കിയാൽ കാണാം എത്രയെല്ലാം ഡാറ്റകളാണ്. ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, GPS സിഗ്നൽ, ആൾട്ടിറ്റ്യൂഡ്, ഹെഡിങ്, ഹോം, സ്പീഡ്, കറണ്ട്, വോൾട്ടേജ്, എത്ര ബാറ്ററി കൺസ്യൂം ചെയ്തു, എത്ര ഡിസ്റ്റൻസ് ആണ് നമ്മൾ പോയ സ്ഥലത്തേക്ക് തിരിച്ചു വരണം, എന്തേലും നമ്മുടെ സിഗ്നലിന്റെ സ്ട്രെങ്ത് എന്താണ്, ഫ്ലൈറ്റ് ഡ്യൂറേഷൻ എത്രയാണ്, ഇത്രയും ഇൻഫർമേഷൻ. ഇത് ഡാറ്റ സ്ക്രീൻ ആണ്. ഇതിന്റെ കൂടെ നമ്മൾ ഒരു ഫ്രണ്ട് ലുക്കിംഗ് ക്യാമറയും കൂടെ ആഡ് ചെയ്തിട്ട് ആ ക്യാമറയും ഈ ഡാറ്റാന്റെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ആക്ച്വൽ ഇതാണ് റിമോട്ട് ഓപ്പറേറ്റർക്ക് ഒരു UASന്റെ മെയിൻ പാർട്ടാണ് ഇത്. ഈ റിമോട്ട് ഓപ്പറേറ്റർ ഇത് കണ്ടിട്ടാണ് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് ഫ്ലൈറ്റുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇത് കൊമേഴ്സ്യൽ സൈഡ്, സിവിൽ സൈഡിൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ മിഷനിലും ഇപ്പൊ ഇങ്ങനത്തെ ആക്ച്വലി ലൈവ് മോണിറ്ററിംഗ് പോസിബിൾ ആണ്. ഇപ്പോൾ ഒരു
വയനാട്ടിലെ എർത്ത് നടന്നപ്പോൾ അവിടെ ഡ്രോൺ വിട്ട് റിമോട്ട് ലൊക്കേഷനിൽ നമുക്ക് മനുഷ്യൻ ജീവനോടെയൊക്കെ ഉണ്ടെന്ന് ലൈവായിട്ട് നോക്കാൻ പറ്റും. പിന്നെ ഇത് സിവിലൈസ് ആയിട്ട് വേറെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് FPV ഫ്ലൈയിങ് എന്ന് പറയുന്നത്, അതായത് ഡ്രോൺ റേസിംഗ്. ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ വളരെ പോപ്പുലറൈസ് ആയി വരുന്ന ഒരു ഹോബിയാണ് ഡ്രോൺ റേസിംഗ്. ഇപ്പം മിക്കവാറും എഞ്ചിനീയറിംഗ് കോളേജസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആനുവൽ ടെക് ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഇതൊരു ഇവന്റ് ആയിട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും. അവിടെ VR ഗോഗിൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡ്രോൺസ്, ഹൈ സ്പീഡ് ഡ്രോൺസ് ഫ്ലൈ ചെയ്ത് അത് വെച്ച് റേസ് ചെയ്യും. അപ്പോൾ ആ ആളുടെ സ്ക്രീനിലും കിട്ടുന്ന ഇൻഫർമേഷനാണ് ഇത്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നമുക്ക് UAS ഓപ്പറേഷന് മസ്റ്റാണ്. അതിനാണ് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഫീൽഡിൽ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു ടൈം ആയതുകൊണ്ടാണ് ഞാൻ ഇത് ഉൾപ്പെടുത്തിയത്. ഇനി നമുക്ക് ഇതിന്റെ മാർക്കറ്റ് പൊട്ടൻഷ്യലിനെ കുറിച്ചൊന്ന് പരിശോധിക്കാം. $26.3 ബില്യൺ ആണ് 2023 ഓൾ ഓവർ ദ വേൾഡ് ഈ ഡ്രോൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിൽ US മാർക്കറ്റ് മാത്രം $8 ബില്യൺ. അത് 2022 ആയപ്പോൾ $29.86 ബില്യൺ ആയി മാറി. അത് മാത്രമല്ല, ഈ 2023 തൊട്ട് 30 വരെ ഇതിന്റെ ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 38.6% ആണ്. പ്രൊജക്ട് ഗ്രോത്ത് റേറ്റും ഓൾമോസ്റ്റ് ഈ കഴിഞ്ഞ വർഷമൊക്കെ അച്ചീവ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ സെക്ടർ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഗ്രോ ചെയ്യുന്നത് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഇപ്പോഴുള്ള ജനറേഷന്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പഠിത്തം കഴിഞ്ഞവർക്കും ആക്ച്വലി എക്സ്പ്ലോയിറ്റ് ചെയ്യാവുന്ന ഒരു ഇൻഡസ്ട്രിയൽ ഫീൽഡാണ് ഡ്രോൺ. ഇതിൽ ചൈന മാത്രം ഇപ്പം $1.27 ബില്യൺ മാർക്കറ്റ് ലീഡറാണ്. ചൈനയാണ് ഇപ്പം നമ്പർ 1 മാനുഫാക്ചറിങ് ഫോർ ഡ്രോൺസ് ഓൾ ഓവർ ദ വേൾഡ്. അപ്പം അത് മാത്രമല്ല, 2030 ആകുമ്പോഴത്തേനും ഇന്ത്യൻ ഡ്രോൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 2.5 ട്രില്യൺ ഇന്ത്യൻ റുപ്പീസിന് തുല്യമായിരിക്കും എന്നാണ് ഇപ്പൊ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ആ രീതിയിലാണ് നമ്മുടെ ഡ്രോൺ സെക്ടർ വളരുന്നത്. നമ്മൾ ഓൾറെഡി ഒരു മൊബൈൽ റവല്യൂഷൻ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് വേൾഡിലെ നമ്പർ 1 മാനുഫാക്ചർ ആണെന്ന് തോന്നുന്നു നമ്മുടെ രാജ്യം. അതേപോലെ ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു മെയിൻ സെക്ടറാണ് 2030 ആകുമ്പോഴത്തേന് ഇന്ത്യ ഷുഡ് ബിക്കം ദ ഡ്രോൺ ഹബ് ഓഫ് ദ വേൾഡ്. അപ്പം ഇപ്പൊ നമ്മുടെ ഈ മാർക്കറ്റ്, ഈ സെക്ടർ, ഈ ഇൻഡസ്ട്രി നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ്. Over the next decade, India has the potential to exploit an opportunity that we cannot afford to miss, the drone revolution. അതാണ് ആ പോയിന്റാണ് ഞാനിവിടെ എംഫസൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ഇനി മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷനാണ്, പൊട്ടൻഷ്യൽ ഫീൽഡാണ് ഫീൽഡ് ഓഫ് ഡ്രോൺസ് എന്നുള്ളത്. അത് it can be in many ways. You can become a full-fledged drone system manufacturer or a component manufacturer, support services, software, hard, motor, propeller, frame, battery, payloads, and after sales service, operator. ഈവൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു DGCയുടെ 7 ദിവസത്തെ കോഴ്സ്, 7 ദിവസമോ 14 ദിവസം കണ്ട് കോഴ്സ് ചെയ്തിട്ട് ഒരു ഡ്രോൺ പൈലറ്റ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അപ്പം ഓൾമോസ്റ്റ് ഇത് 40,000 to 60,000 റേഞ്ചിലാണ് ഒരു ഡ്രോൺ പൈലറ്റിന്റെ സാലറി. ആ ലെവൽ വരെ ഇപ്പൊ അത്രയും എനിക്ക് തോന്നിയ ഒരു BTech ഗ്രാജുവേഷൻ കഴിഞ്ഞൊരു പ്ലേസ്മെന്റ് കിട്ടിയാൽ പോലും ആ ലെവലില് ഇൻഫോസിസോ അതുപോലത്തെ വേറെ കമ്പനീസ് ഒക്കെ ഉണ്ടല്ലോ, ഇവരൊന്നും പോലും കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഒരു ഡ്രോൺ പൈലറ്റിന് ഇപ്പോൾ ഓൾറെഡി ഇന്ത്യയിൽ കിട്ടുന്നുണ്ട്. അപ്പം ദിസ് ഇസ് ദ ഫ്യൂച്ചർ. ഇപ്പം ഫ്യൂച്ചറിൽ ഇതിന്റെ പൊട്ടൻഷ്യൽ ആപ്ലിക്കേഷൻസ് മാറിക്കഴിയുമ്പം ഏത് ലെവലിലെത്തുമെന്ന് വി കനോട്ട് ആക്ച്വലി പ്രഡിക്റ്റ് നോ. അപ്പം ഇന്ത്യയുടെ ഈ മാനുഫാക്ചറിംഗ് പണി $23 ബില്യൺ ഓൾമോസ്റ്റ് 2030 വരെ എത്തും എന്നാണ് മേക്കിംഗ് ഇന്ത്യ ഡ്രോൺ ഹബ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞൊരു റിസർച്ച് റിപ്പോർട്ട് ഇപ്പം ഓൾറെഡി ഇപ്പം സബ്മിറ്റ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. 2030 ആകുമ്പോഴത്തേന് $23 ബില്യൺ മാർക്കറ്റ് ആയിരിക്കും ഇന്ത്യയിലെ ഡ്രോൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഒരു 5 ട്രില്യൺ എക്കണോമി എന്നുള്ള ഡ്രീമിലേക്ക് എത്താൻ വേണ്ടി വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു സെക്ടറാണ് ഈ ഡ്രോൺ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പം ഇതിലേക്കുള്ള ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി വി ഓൾസോ വിൽ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ നാഷണൽ പ്രോസ്പെറിറ്റി ആൻഡ് അക്രോസ് മൾട്ടിപ്പിൾ സെക്ടേഴ്സ്. ആക്ച്വലി ഇതിലെ ഇൻവോൾവ്മെന്റും ഉണ്ട്. സോ ഈ ലെവലിലേക്ക് അപ്പോൾ 2030 ടാർഗറ്റ് നമുക്ക് എത്തണമെങ്കിൽ സോ ഗവൺമെന്റ് ഹാസ് ടു അഡ്രസ് സോ മെനി പ്രോബ്ലംസ്. അതിൽ ഡിമാൻഡ് ക്രിയേഷൻ മോർ ആക്കണം, മാനുഫാക്ചറിങ്ങിന് ബൂസ്റ്റപ്പ് ചെയ്യണം. ഇതുപോലത്തെ സബരീഷിൻ്റെ ഒക്കെ പോലെ പുതിയ സ്റ്റാർട്ടപ്പുകളും കാര്യങ്ങളും ഒക്കെ ആക്ച്വലി നന്നായിട്ട് അതിനെ ഇപ്പോൾ സപ്പോർട്ട് ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത്. അതിന് കൂടുതൽ മോർ അട്രാക്റ്റീവ് വേസിൽ കൂടുതൽ ഫണ്ടുകളും കാര്യങ്ങളും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് ഗവൺമെന്റ് സൈഡിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്പോർട്ട് ഫെസിലിറ്റീസ് കൂട്ടണം, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടണം. അപ്പം ഈ ആക്ഷൻ പ്ലാനുകളെല്ലാം
ഗവൺമെന്റും ഇതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സും എല്ലാം കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് ഒരു ഡിസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വി ക്യാൻ അച്ചീവ് ദിസ് ഡ്രീം വെരി ഫാസ്റ്റ്. ആക്ച്വലി നമുക്ക് ഇതിന് ആക്ച്വലി പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മുടെ രാജ്യത്തിന് ഇപ്പം ടെക്നോളജിക്കൽ മാൻ പവറിന്റെ അവൈലബിലിറ്റിക്ക് ഒരു പ്രശ്നമില്ല. ഇഷ്ടംപോലെ പ്ലെന്റി ഓഫ് യൂത്ത് മാൻ പവർ, ടെക്നിക്കലി ക്വാളിഫൈഡ് പീപ്പിൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ സെക്ടറിൽ ആക്ച്വലി മോർ സ്റ്റാർട്ടപ്സ് ആൻഡ് അതർ തിങ്സ് ആർ റിയലി റിക്വയർഡ്. മോർ R&D is required. We had to put our steps into fields where it is not exploited by now. So we can also become a part of making India a drone hub by the year 2030. അപ്പോൾ ഈ വെബിനാർ കഴിഞ്ഞ് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം, ചർച്ച ചെയ്യാം. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഇപ്പോഴേ ട്രൈ ചെയ്യാം. ഇതിൽ ഒരു ഇനി അതായത് വാല്യൂ ബേസ്ഡ് ഒരു അസസ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ 2020 വരെ ഇന്ത്യയിലെ കൊമേഴ്സ്യൽ ആൻഡ് ഡിഫൻസ് സെക്ടർ എന്ന് പറഞ്ഞാൽ 2,900 കോടി രൂപയുടെ ആയിരുന്നു. 2025 ആയതിന് 77,300 കോടി രൂപയുടെ ആയി. 4,300 കോടി രൂപയുടെ എക്സ്പോർട്ട് നമ്മളിപ്പം ചെയ്യുന്നുണ്ട് ഡ്രോൺ സെക്ടറിൽ. അത് 2030 ആവുന്നതിന് പ്രൊഡിക്റ്റ് ചെയ്തേക്കുന്ന ഇറ്റ് വിൽ ബിക്കം 2,48,000 crore എക്കണോമിയായി മാറുന്നതാണ്. അതിൽ 47,000 crores എക്സ്പോർട്ടാണ് എക്സ്പെക്ട് ചെയ്തേക്കുന്നത്. ഡിഫൻസ് സെക്ടർ മാത്രം 1,01,000 crores ആണ് ആക്ച്വലി കൺസ്യൂം ചെയ്യാൻ പോകുന്നത്. അതുപോലെ അതർ സിസ്റ്റംസ്, കൊമേഴ്സ്യൽ ഡ്രോൺസ് ഒരു 75,000 crores മാർക്കറ്റാണ്. ഇതാണ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ. അപ്പോൾ ആക്ച്വലി ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ദിസ് ദ റൈറ്റ് ടൈം, എസ്പെഷ്യലി ഫോർ സ്റ്റുഡൻസ് ദോസ് ഹു ആർ ഇൻ third year or final year type thing. You can think about starting a new startup in any of these fields which I identified and projected. You can concentrate on one of these things. അതിപ്പം അതുപോലുള്ള കാര്യങ്ങൾ ഇപ്പം സബീഷിന്റെ പോലെ സ്റ്റാർട്ടപ്പുകൾ, അതുപോലെ നിരവധി സാധനങ്ങളാണ്. എസ്പെഷ്യലി ഇവിടെ സ്പെയർകോപ്സ് യൂണിവേഴ്സിറ്റിയൊക്കെ ഇതിന് റിലേറ്റഡ് ഒത്തിരി കോഴ്സുകളൊക്കെ അവരിപ്പം ഓഫർ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ കിട്ടുന്ന സമയം ഇതിൽ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ അതുപോലെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുക. അതിൽ കിട്ടാവുന്ന മാക്സിമം നോളജ്, നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. നിങ്ങളുടെ ഇപ്പോൾ കറണ്ട് സ്റ്റഡീസിന്റെ കൂടെ ഒരു അഡീഷണൽ സ്കിൽ എന്നുള്ള രീതിയിൽ അതുകൂടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെക്ടറിനെയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. അതായത് വി ഷുഡ് നോട്ട് വെയിറ്റ് ഫോർ ഓൾവേസ് ഗെറ്റിംഗ് എ ഗവൺമെന്റ് ജോബ്. ഗവൺമെന്റ് ജോബ്സിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ദാറ്റ് കാനോട്ട് ബി ക്രിയേറ്റഡ് എന്താ പറയുക ആസ് പെർ ദ എംപ്ലോയ്മെന്റ് റിക്വയർമെന്റ്. അത് ഫിക്സഡ് പോസ്റ്റുകളാണ്. ഒരാൾ ജോയിൻ ചെയ്ത് അയാൾ റിട്ടയർ ആയി വേക്കൻ്റ് ആയാലും അടുത്ത പോസ്റ്റുകൾ വളരെ സ്ലോലി അതിന്റെ ഗ്രോത്ത് ഉള്ള അഡീഷണൽ പോസ്റ്റുകൾ പുതിയ ഫീൽഡുകൾ വരുമ്പോൾ പുതിയ പോലെ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് അതല്ല. ആസ് ഫർ എനി ഇൻഡസ്ട്രി, ആസ് ദി ഇൻഡസ്ട്രി ഗ്രോസ് ദേ ആക്ച്വലി എസ്കലേറ്റ് ഇറ്റ് ഇൻ എ വെരി ബിഗ് വേ. പ്ലസ് നമുക്ക് വൈ കാൻ ബി മേക്ക് അവർ സെൽഫ് എംപ്ലോയിഡ് സെൽഫ്. അതായത് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുക. നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ സിഇഒയും വർക്കറും ബോസും എല്ലാം നമ്മുടെ കൂടെ ഒരു 5-6 പേരെ കൂടെ കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള സംരംഭങ്ങളിലേക്ക് ഇറങ്ങുക, ഇതുപോലുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ജസ്റ്റ് അതിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഡ്രോൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇത് ബേസിക് റിക്വയർമെന്റ് ആണ് പറയുന്നത്. ആക്ച്വലി ഇതിന്റെ ജസ്റ്റ് അഡ്വാൻസ്ഡ് വലിയ തിങ്സ് ഈസ് ഇൻവോൾവ് ഇൻ ദാറ്റ്. ഫസ്റ്റ് നിങ്ങളൊരു മാർക്കറ്റ് റിസർച്ച് ചെയ്യുക. ഇപ്പം ഞാനിപ്പോൾ ഇത്ര കുറേ ഫീൽഡുകളെ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്തു. അത് ഈ പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയാണ് ആ രീതിയിൽ ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത്. ഞാൻ പറഞ്ഞിരുന്നത് ഇറ്റ് വാസ് നോട്ട് എ ടെക്നിക്കൽ ക്ലാസിഫിക്കേഷൻ. ടെക്നിക്കൽ ക്ലാസിഫിക്കേഷൻസ് വേറെയാണ്. പക്ഷെ ഇത് ഈ ഫീൽഡിലേക്ക് എത്താൻ വേണ്ടിയാണ് ഞാനത് ആ രീതിയിൽ പ്രസന്റ് ചെയ്തത്. അപ്പോൾ അതിൽ ബേസ്ഡ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയ സെലക്ട് ചെയ്തിട്ട് അതിന് ബേസ്ഡ് മാർക്കറ്റ് റിസർച്ച് ചെയ്യുക. അത് കഴിഞ്ഞൊരു കമ്പനി ഫോം ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഉദ്ദേശിച്ച ഫീൽഡിൽ ചെയ്യേണ്ട കാര്യത്തിന് വേണ്ടിയുള്ള എക്യുപ്മെന്റ് സോഴ്സിങ്. അപ്പം ഡ്രോൺസ് ആണെങ്കിൽ ഡ്രോൺസ്, അല്ലെ ഡ്രോൺ ഉണ്ടാക്കാനുള്ള എക്യുപ്മെന്റ് അതെന്താണെന്ന് വെച്ച് ചെയ്യുക. അത് കഴിഞ്ഞൊരു എംപ്ലോയി ഐഡന്റിഫിക്കേഷൻ നമ്പർ കമ്പനിയൊക്കെ രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ തന്നെ ഈ മാർക്കറ്റ് റിസർച്ച് ചെയ്യുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ് കോസ്റ്റ്, സ്റ്റാർട്ടപ്പ് കോസ്റ്റ് ഇൻക്ലൂഡിങ് എക്യുപ്മെന്റ്, ലൈസൻസ് ആൻഡ് ഇൻഷുറൻസ്. ഈ ഫീൽഡിൽ നമുക്ക് അപ്രോക്സിമേറ്റ് എത്ര ഇൻവെസ്റ്റ്മെന്റ് വരും. അപ്പം ഈ ഇൻവെസ്റ്റ്മെന്റ് ബേസിൽ നിങ്ങൾക്ക് ഫീൽഡ് തിരഞ്ഞെടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് അധികം ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ല, എന്നാൽ നിങ്ങൾക്ക് പറഞ്ഞ് ചെയ്യണം. അപ്പം ഓക്കെ, നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഫീൽഡ് തിരഞ്ഞെടുക്കുക. ഡ്രോൺ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് നല്ലൊരു ലാപ്ടോപ്പോ PC ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഇനി 2-3 പേരെ വെക്കണമെങ്കിൽ പോലും 1-2 PC ഇറ്റ്സ് നോട്ട് കോസ്റ്റിംഗ് ബിക്കോസ്. ഇനി അതല്ല, നിങ്ങൾക്ക് കുറെ ഫണ്ട് ചെയ്യാൻ ആൾക്കാരും കുറച്ച് സെൽഫ് ഫണ്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവിടെ ഒരു ഫുൾ ഡ്രോൺ സിസ്റ്റത്തിലേക്ക് പോകാം. അല്ലെങ്കിൽ ഡ്രോൺ മോട്ടർ, അല്ലെങ്കിൽ ഡ്രോൺ ഫ്രെയിം, എനിത്തിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെയാണ് ഈ കോസ്റ്റ് ബേസ്ഡ് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. നെക്സ്റ്റ് നിങ്ങൾ ഇതെല്ലാം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ മാർക്കറ്റിംഗ്. അപ്പം ഈ പൊട്ടൻഷ്യൽ ക്ലയന്റിൽ എത്താൻ വേണ്ടിയുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നിങ്ങൾ റെഡി ആയിരിക്കണം.
പിന്നെ ഇതെല്ലാം നിങ്ങൾ റെഡി ആയി കഴിയുമ്പോഴത്തേനും യു ഷുഡ് ബി ദ കംപ്ലൈൻസ് വിത്ത് ദ എക്സിസ്റ്റിംഗ് റൂൾസ്, ഇന്ത്യൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ ഒരു ഡ്രോൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക്കലി ചെയ്തിരിക്കണം. ഇതിനകത്ത് തന്നെയാണ് നമ്മൾ മെയിൻ ഇന്ത്യയിൽ നമ്മൾ വി ആർ ടോക്കിംഗ് അബൌട്ട് അവർ ഓൺ കൺട്രി. അപ്പോൾ ഇതിനകത്ത് 2021 മാർച്ച് 12 ഞാൻ ആക്ച്വലി US റൂൾസ് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്തു. അതാണ് നമ്മളെ റെഗുലേറ്ററി മാറ്റേഴ്സ് ഞാൻ പറഞ്ഞതിന് മുന്നേ മെൻഷൻ ചെയ്യുന്ന കാരണം അതാണ്. ഇപ്പോഴൊക്കെയാണ് ഇത് ഫോർമുലേറ്റ് ആയി വരുന്നത്. ഇപ്പോഴും അതിനകത്ത് ഡേ ടു ഡേ അമെൻമെന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മളൊരു കംപ്ലൈൻസ് ഉണ്ടായിരിക്കണം. US റൂൾസ് 12 മാർച്ച് 2021 പബ്ലിഷ് ചെയ്ത് അന്നോട്ട് ഇതുവരെ വരുന്ന വേരിയേഷൻ എപ്പോഴും നമ്മളിത് അപ്ഡേറ്റഡ് ആയിരിക്കണം. കറണ്ട് ലോസ് ആൻഡ് റെഗുലേറ്ററി റിക്വയർമെന്റ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇത് ആപ്ലിക്കബിൾ ടു ഡ്രോൺ ഓണേഴ്സ്, ഓപ്പറേറ്റേഴ്സ്, പൈലറ്റ്, മാനുഫാക്ചേഴ്സ്, ഇമ്പോർട്ടേഴ്സ് എല്ലാവരും ഇതിന് കവർ ചെയ്യുന്നതാണ്. എല്ലാവരും ബാധിക്കുന്ന എക്സ്പ്ലനേഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ UAV പോയി കഴിയുമ്പോൾ ഇതിന്റെ ഫൈനൽ സർട്ടിഫിക്കേഷൻ കിട്ടേണ്ട DGCA എന്നാണ്. അപ്പൊ DGCAക്ക് ചില പ്രോട്ടോകോൾസ് ഉണ്ട്. അതിൽ ബ്രീഫായിട്ട് ഞാൻ പറയാം. മിനിമം റിക്വയർഡ്സ് ചെയ്ത് ഒരു പ്രോട്ടോടൈപ്പ് UAV നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അത് കഴിഞ്ഞാൽ അതിനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ കിട്ടും. പിന്നെ അതിന് സർട്ടിഫിക്കറ്റ് ഓഫ് മാനുഫാക്ചർ ആൻഡ് എയർവർത്തിനെസ് നമ്മൾ നേടിയെടുക്കണം. പിന്നെ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് കൊമേഴ്സ് എടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഇതെല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് മാർക്കറ്റ് ചെയ്യുന്നതിന് മുമ്പ് മാനുഫാക്ചർ പ്രൊഫൈൽ ആൻഡ് ഡ്രോൺ രജിസ്ട്രേഷൻ. ഇത് കഴിഞ്ഞാൽ നമ്മളൊരു UAV സെക്ടറിൽ ഫുൾ സിസ്റ്റംസ് ആണെങ്കിലാണ് ഇത് ആപ്ലിക്കബിൾ. ഇനി ഏതെങ്കിലും പർട്ടിക്കുലർ പാർട്ട് ആണെങ്കിൽ അതിന്റെ ആപ്ലിക്കബിൾ ആയുള്ള US റൂൾസ് നമ്മൾ നോക്കി വെച്ചിരിക്കണം. ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് UAS അൺമാൻഡ് ഏരിയൽ സിസ്റ്റം ഫുൾ ഇറങ്ങുകയാണെങ്കിൽ ഇത്രയും DGCയുടെ സർട്ടിഫിക്കേഷൻ ഇത്രയും സ്റ്റെപ്പുകൾ നമ്മൾ ആക്ച്വലി കവർ ചെയ്യണം. ഇനി കമ്മിങ് ടു ദിസ് വൺ, വി ആർ ആക്ച്വലി ഗോയിങ് ടു കൺക്ലൂഡ് ദിസ് വൺ. ഓക്കെ, സോ അതിനകത്ത് മെയിൻലി വരുന്നത് റെഗുലേഷൻ ആൻഡ് സേഫ്റ്റി. നമ്മൾ ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ നമ്മൾ ഇതിനകത്തേക്ക് ഇറങ്ങുമ്പം ഐ ഓൾവേസ് ഇൻസിസ്റ്റ് ദാറ്റ് വി ഷുഡ് ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് പബ്ലിക് സേഫ്റ്റി ആൻഡ് മേ ഓപ്പറേറ്റ് ആൻഡ് യൂസ് ഇറ്റ് ഇൻ ആൻ എത്തിക്കൽ വേ. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് നോൺ എത്തിക്കൽ വേയിലും അൺമാൻഡ് വൈസിലൊക്കെ മിസ്യൂസ് ചെയ്യാന്നൊക്കെ. നെവർ ഗോ ഫോർ ദാറ്റ് വൺ. ഓൾവേസ് റെസ്പെക്ട് അതേഴ്സ് പ്രൈവസി, അതർ തിങ്സ്, ഫ്രീഡം, എവറിത്തിങ് ആൻഡ് നമ്മുടെ എക്സിസ്റ്റിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ അതിനകത്ത് ലോക്കൽ ലോസ് അതിനെക്കുറിച്ച് നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും. DGCA പറയുന്ന റൂളിനേക്കാളും സബ് റൂൾസ് ചിലപ്പോൾ നമ്മുടെ പർട്ടിക്കുലർ വില്ലേജിൽ കാണും, നമ്മുടെ ഡിസ്ട്രിക്ട് കാണും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൽ കാണും. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. അല്ല DGCA അങ്ങനെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ചെയ്യുമെന്ന് പറഞ്ഞ് ചെയ്യാൻ പാടില്ല. ഇപ്പം ഇവിടുത്തെ ലോക്കൽ റെഗുലേറ്ററി റിക്വയർമെന്റ് സം അതർ റൂൾസ് കാണും, അതും നിങ്ങൾ ഫോളോ ചെയ്യണം. പിന്നെ പല നോ ഫ്ലൈ സോൺസ് ഉണ്ട്, അതൊന്നും വയലേറ്റ് ചെയ്യാൻ പാടില്ല. ഹോബി പർപ്പസിനും ടെസ്റ്റിംഗ് പർപ്പസിനും അതിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ DGCA നോട്ടിഫൈഡ് ഏരിയാസ് ഉണ്ട്. ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, എയർപോർട്ട്, മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ്, അങ്ങനത്തെ സംഭവങ്ങൾ, റിലീജിയസ് പ്ലേസസ്, ഇതൊക്കെ നോ ഫ്ലൈ സോൺസ് ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം, അത് വയലേറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ സേഫ്റ്റി ഗൈഡ് ലൈൻസ്, ഇത് ഓൾ തിങ്സ് ആർ എയർബോൺ എക്യുപ്മെന്റ്സ് ആർ ഡേഞ്ചറസ് തിങ്സ്. എനി ടൈം ഇറ്റ് ക്യാൻ ക്രാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ പറയുന്നത്, ഹ്യൂമൻ പ്രോപ്പർട്ടിക്ക് ഹ്യൂമന് ഡാമേജ് ഉണ്ടാക്കാം, ആനിമൽസിന് ഡാമേജ് ഉണ്ടാക്കാം, പ്രോപ്പർട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കാം. ഇങ്ങനെ ഈ സേഫ്റ്റി ഗൈഡ് ലൈൻസിന് വരും. അത് നിങ്ങൾ ആക്ച്വലി ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ്, നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്, നമ്മളത് ചെയ്തിരിക്കണം. പിന്നെ ഇതിന് ജസ്റ്റ് winding up with we'll see some future trends. One is the advance in autonomous flight with more infusion of artificial intelligence and integration with other technologies. ഇപ്പം ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടാത്ത പല ടെക്നോളജി, ഇപ്പം നമ്മൾ പറഞ്ഞ കാർ ഓൺ ഇന്റർനെറ്റ് എന്ന് പറയുന്നത്, ഇപ്പം ചില കാറുകളൊക്കെ വിത്ത് ഓൾ ഇന്റർനെറ്റ് ഫെസിലിറ്റി ഒക്കെ ഇങ്ങനെ വരും. അതേപോലെ തന്നെ ഡ്രോണുകൾ ഇപ്പോൾ ഓൾറെഡി ഞാൻ തന്നെ 2-3 സിസ്റ്റംസ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4G കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ അതുപോലെ 5G 6G കേപ്പബിൾ ഡ്രോൺസ്. അപ്പോൾ ഈ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഒന്നും ആവില്ല. ഓവർ ദ ഇന്റർനെറ്റ് യു ക്യാൻ ഓപ്പറേറ്റ് ദ ഡ്രോൺ. ദാറ്റ് ഓൾസോ വൺ ഓഫ് മൈ പ്രോജക്റ്റ്. ഞാനത് സക്സസ്ഫുള്ളി നമ്മുടെ കേരള പോലീസിന് വേണ്ടി ചെയ്തപ്പോൾ അത് മെയ്ഡ് 4G കണക്ടിവിറ്റി ഫോർ ദാറ്റ് ഡ്രോൺ. സോ the police can control or monitor it anywhere from the Kerala having the net connection. ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഫർദർ അഡ്വാൻസ്മെന്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഇന്റഗ്രേഷൻ വിത്ത് അതർ പിന്നെ എക്സ്പാൻഡഡ് യൂസസ്. ഇപ്പൊ കാണാത്ത പല സെക്ടറും പല ഫീൽഡിലും ഇതിന്റെ യൂസസ് ഇനി ഇൻക്രീസ് ആകാൻ പോവുകയാണ്. അതുപോലെ നെക്സ്റ്റ് പറഞ്ഞാണ് ഒരു SOM ടെക്നോളജി എന്ന് പറയുന്നത്. ഇത്രയും നമ്മൾ FPV ഒക്കെ പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് SOM ടെക്നോളജി. SOM ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡ്രോൺസ് വിൽ ബി ലോഞ്ച്ഡ് അറ്റ് എ ടൈം. അത് ഒരു നമ്മുടെ റവല്യൂഷനൈസ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനെ റവല്യൂഷനൈസ് ചെയ്യാൻ പോകുന്ന ഒരു സാധനം. മിലിറ്ററിയിൽ അതിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ സിവിൽ സെക്ടറിലേക്ക് വന്ന SOM ഡ്രോണിങ്. ഇത് പറഞ്ഞാൽ ഒരു നമ്പർ ഓഫ് ഡ്രോൺസ് ഒരു നെറ്റ്വർക്ക് ആയിട്ട് ഫ്ലൈ ചെയ്യാണ്. അപ്പം അത് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കാണും. ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ കോർഡിനേറ്റഡ്
നെറ്റ്വർക്ക് ടു അച്ചീവ് കോംപ്ലക്സ് ടാസ്ക്. ഒരു ഡ്രോൺ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റാത്ത ടാസ്കുകൾ മൾട്ടിപ്പിൾ ഡ്രോൺസ് ഓപ്പറേറ്റിംഗ് ടുഗദർ ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ടു ഈച്ച് അതർ ആയിട്ട് അവർക്ക് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് സ്വാം ഡ്രോണിംഗ് എന്ന് പറയുന്നത്. ഇനിയും സിവിൽ സെക്ടറിൽ ഇപ്പം സ്വാം ഡ്രോണിങ്ങിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു കഴിഞ്ഞാൽ ഡ്രോൺ ലൈറ്റ് ഷോ നിങ്ങളൊക്കെ ഇപ്പൊ കാണുന്നുണ്ടായിരിക്കും, പലരും കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഈ സ്വാം ഡ്രോണിങ്ങിന്റെ ഒരു പാർട്ടാണ്. അത് ആക്ച്വലി ഇപ്പൊ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയ്ക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് വേറെ ഇതുപോലെ മൾട്ടിപ്പിൾ ടാസ്കുകൾ സച്ചാസ് ഇത് സെർച്ച് ആൻഡ് റെസ്ക്യൂ മെഷീൻ. ഇപ്പം വയനാട്ടിലെ ദുരന്തങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു ഡ്രോൺ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഡ്രോണിന് ലിമിറ്റേഷൻ വരും, 15 മിനിറ്റ് ഒക്കെ പ്ലേ ആവുള്ളൂ. അതുകൊണ്ട് കവർ ചെയ്യുന്ന ഏരിയ വളരെ കുറവാണ്. അപ്പം അതിൽ ഈച്ച് മിനിറ്റ് ആൻഡ് സെക്കൻഡ്സ് ആർ വാല്യൂഡ്. ഒരു ഹ്യൂമൻ ലൈഫ് പോകും. അപ്പോൾ ഒരു സാം ഡ്രോണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ഓഫ് ഡ്രോൺസ് അറ്റ് എ ടൈം ഇടും. ആ ഡ്രോണുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഒരു ഹ്യൂജ് ഏരിയ അറ്റ് എ ടൈം അവർ കവർ ചെയ്തിട്ട് വിതിൻ നോട്ട് ടൈം നമുക്ക് ആരുടെയും ലൈഫിന്റെ ഇൻഡിക്കേഷൻ കിട്ടിയ പെട്ടെന്ന് അവിടെ ചെളിയിൽ കൊണ്ട് കിടന്ന ഒരാളെയൊക്കെ കണ്ടെത്തി. അതുപോലെ ആൾക്കാരെ അതിൽ എന്ത് സാധനം, ഇത് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, നമുക്ക് വെരി ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഒരു ബിഗ് ടാസ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്വാം ഡ്രോണിംഗ് ഉപയോഗിക്കുന്നത്. അപ്പൊ അഗ്രികൾച്ചർ സെക്ടറിൽ എടുത്തു കഴിഞ്ഞാൽ കോർപ്പ് പോളിനേഷൻ എന്ന് പറയുന്നത്, അത് ഈ പരാഗണം നടത്തുന്നത്, ഇപ്പൊ തേനീച്ചയും മറ്റു ഇത് ചെയ്യുന്നത്, അത് നമ്മൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത്? ഇതൊക്കെയാണ് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ട സെക്ടറിൽ. എക്സ്പീരിയൻസ് നടക്കുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്പെക്ഷന്, സെർച്ച് ആൻഡ് റെസ്ക്യൂ മിഷൻ, ഇതൊക്കെയാണ് ഫ്യൂച്ചർ ട്രെൻഡ്സ് വരുന്നത്. ഇതിലെ ഈ ഫീൽഡിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യപ്പെടാൻ പോവുകയാണിത്. അപ്പം ഈ നമ്മളിപ്പം ഫ്യൂച്ചറിൽ കാണാൻ പോകുന്ന പറഞ്ഞ ഒരു നെറ്റ്വർക്ക് ഓഫ് ഓട്ടോണമസ് ഡ്രോൺ സീംലെസ്ലി കൊളാബറേറ്റിംഗ് ടു അക്കംപ്ലിഷ് എ മിഷൻ എഫിഷ്യൻ്റ്ലി. അതാണ് ഇതിന്റെ ഫ്യൂച്ചർ ട്രെൻഡിൽ വൺ ഓഫ് ദ ബിഗസ്റ്റ് തിങ് വി ആർ ഗോയിങ് ടു സീ. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അടുത്ത ഭാഗം നോക്കിയാൽ മോർ കമ്പനീസും വേരിയഡ് ഇൻഡസ്ട്രീസും ഡ്രോൺ ടെക്നോളജി അവരുടെ കമ്പനിയുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അസംബ്ലി ലൈൻസിലൊക്കെ റോബോട്ടിനെ യൂസ് ചെയ്യുന്ന പോലെ കമ്പനീസിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ സൂപ്പർവൈസറുടെ സ്ഥാനത്തൊക്കെ നാളെ ഡ്രോൺ ആയിരിക്കും ഫാക്ടറിക്ക് അതോടെ പറക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫ്യൂച്ചർ ട്രെൻഡ് വരുന്നത്. അപ്പം എന്താ പറയുന്നത്, ഈ എയറോസ്പേസ് ഡ്രോൺ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് മാറ്റർ റിലേറ്റഡ് അല്ല. കൺസ്ട്രക്ഷൻ സൈഡ്, ഡെലിവറി സൈഡ്, റിയൽ എസ്റ്റേറ്റ്, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പിലേക്ക് ഇത് യൂസിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇറ്റ് ഈസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു എയറോസ്പേസ് ഓർ ഡിഫൻസ് ഓർ മിലിറ്ററി ആപ്ലിക്കേഷൻ. സോ ലേണിംഗ് അബൌട്ട് ദീസ് ഓപ്പർച്യൂണിറ്റീസ് വിൽ ഹെൽപ്പ് അസ് ടു എക്സ്പ്ലോയിറ്റ് ദിസ് ഫീൽഡ് ഫാർ ബെറ്റർ. അപ്പം അതിനുവേണ്ടിയാണ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത് ഇവിടെ സ്പെസിഫിക്സിന്റെ കോഴ്സുകൾ ഇപ്പം നെക്സ്റ്റ് വീക്കിലും കണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കോഴ്സുകളിലൊക്കെ ചേർന്ന് ഈ ഇതിനെ കുറിച്ച് കൂടുതൽ നോളജ് നിങ്ങൾ നേടുക എന്നുള്ളതാണ് ഇതിന്റെ ഈ ഫ്യൂച്ചറിലേക്ക് നമുക്ക് ശരിക്കും ഇൻവോൾവ് ആകാൻ വേണ്ടിയുള്ള ഒരു ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. പിന്നെ ഇത് ജസ്റ്റ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഇത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത് ഈ സെക്ടറിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, അതിൽ ഡ്രോൺ പൈലറ്റ്, ഡിസൈൻ എഞ്ചിനീയേഴ്സ് ആൻഡ് അസംബ്ലേഴ്സ്, പൈലറ്റ് ട്രെയിനേഴ്സ്, ഡ്രോൺ ഫ്ലൈറ്റ് പ്ലാൻ ചെയ്യുന്നവർ, പ്ലാനേഴ്സ് വേണം ആക്ച്വലി ഇതിന്, ഡ്രോൺ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, ഡ്രോൺ ഡാറ്റ സ്പെഷ്യലിസ്റ്റ്, GIS സിസ്റ്റം എഞ്ചിനീയേഴ്സ്. ഓക്കെ, ഇതിലൊക്കെ ഇമേജ് പ്രോസസ്സിംഗ് എന്നൊക്കെ പറയുന്ന ഒരു ബിഗ് എഫേർട്ടാണ്. അപ്പോൾ ഒരു 3D മാപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പം ഇപ്പോൾ പലരും ഓപ്പൺ സോഴ്സ് സർവീസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഒക്കെ, ബിഗ് കമ്പ്യൂട്ടിംഗ് പവറും നല്ല സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ഇതൊക്കെ ഒരു 7-8 ഫീൽഡ് ചെയ്യാൻ ജസ്റ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസിൽ നമുക്ക് ഈ ജോബ് കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യാം, നമുക്ക് തന്നെ ഈ ജോബ് ക്രിയേറ്റ് ചെയ്യാം. ഈ 2 ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അപ്പം നല്ല നല്ല കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഡ്രോൺ റിലേറ്റഡ് കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ പല സ്റ്റാർട്ടപ്പുകളും അങ്ങനെ പ്രൈവറ്റ് എൻറ്റിറ്റീസ് കൊടുക്കുന്ന കോഴ്സുകൾ നിങ്ങൾ പറ്റുന്ന പോലെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഈ ഇതുപോലത്തെ ഫീൽഡുകൾ നിങ്ങൾക്ക് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. So with this, I'm just concluding this small webinar. I take this opportunity to thank Space Corps Industries for giving me a opportunity to present my ideas or my thoughts before you. So now, Thank you, sir. So let me welcome Mr. Abhijit V, sir, for the conclusion presentation. Good evening, everybody. ആദ്യം തന്നെ സ്പേസ് കോപ്സ് ഇൻഡസ്ട്രീസിന്റെ CEO ശബരീഷും ഇൻഡസ്ട്രീസിലെ എല്ലാവർക്കും എന്നെ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ചതിലേക്ക് നന്ദി പറയട്ടെ. ഇങ്ങനെ ഇത്രയും വലിയ ഒരു സംരംഭങ്ങൾ തുടങ്ങാൻ
നമ്മൾ എന്താ പറയുക എല്ലാവരും കൂടി ഇങ്ങനെ സഹകരിച്ച് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഗിരീഷ് സാറിന്റെ ഈ പ്രസന്റേഷൻ വളരെ ഭംഗിയായിരുന്നു. ഇറ്റ് വാസ് വെരി എക്സലന്റ് ആൻഡ് ഒരുപാട് ഡ്രോൺ ടെക്നോളജീനെ കുറിച്ച് ഒരുപാട് അറിവുകളും ഒരുപാട് ഇൻസൈറ്റ്സും പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് സ്റ്റാർട്ടപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഡ്രോൺ ടെക്നോളജി എങ്ങനെയൊക്കെ വളരാം ഫ്യൂച്ചർ ട്രെൻഡ്സ് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ഗിരീഷ് സാറിനോട് ആദ്യം നന്ദി പറയാണ്. നിങ്ങളെ വന്ന ചേർന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ് us. ഇപ്പം നമ്മൾ ഈ റീസെന്റ് ആയിട്ട് തന്നെ 1-2 പ്രധാനപ്പെട്ട ഈവൻറ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്ന നമ്മുടെ ഷിരൂരിൽ ഒരാൾ മിസ്സിംഗ് ആയിട്ടുണ്ട്, അർജുൻ എന്ന് പറഞ്ഞിട്ട് ന്യൂസിലെല്ലാം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു, എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. വയനാട് സംഭവങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഈ ടെക്നോളജി എങ്ങനെയൊക്കെ നമുക്ക് ഹ്യൂമാനിറ്റിക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്ന. സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ടൈം എക്സീഡ് ചെയ്ത് കഴിഞ്ഞു. 1 മണിക്കൂറാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നെങ്കിലും ഇപ്പോൾ 1.25 മണിക്കൂറായി നിങ്ങൾ ഒരുപാട് നേരം സാറിന്റെ ലെക്ചർ കേട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വിശക്കുന്നുണ്ടാവും. ഞാൻ ഐ എം കൺക്ലൂഡിങ് മൈ കൺക്ലൂഷൻ സ്പീച്ച് ബൈ ഗിവിങ് യു ഓൾ എ വെരി ബിഗ് താങ്ക് യു. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഫ്യൂച്ചർ കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നാണ് ഡ്രോൺ ടെക്നോളജി. ഡ്രോൺ ടെക്നോളജിയുടെ കോഴ്സുകളും മറ്റു വിവരങ്ങളും എല്ലാം നമ്മുടെ വാട്സാപ്പിന്റെ ഓൾറെഡി ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പിൽ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതല്ലാതെയും ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട്. ഇതിന്റെ ഉദ്ദേശം, കോഴ്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, കോഴ്സ് ഇസ് നോട്ട് എ ബിസിനസ് ആക്ച്വലി. ഈ കോഴ്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാർ ഈ ടെക്നോളജിയിലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോഴ്സസ് നടത്തുന്നത്. ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി നമുക്ക് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ മുമ്പത്തെക്കാട്ടിലും നമുക്ക് ഈ ടെക്നോളജി കാരണം ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് പേയ്മെന്റ് നടത്താനും എല്ലാത്തിനും നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. സെയിം വേ നമുക്ക് ഫിസിക്കൽ മൂവ്മെന്റ് തന്നെ അവോയ്ഡ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡ്രോൺസ് കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളതിൽ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഡ്രോൺസ് ഉപയോഗിച്ച് ഡെലിവറി നടത്തണമെന്നാണ് ന്യൂസ് ആയിട്ട് ഇതിലെല്ലാം വന്നിട്ടുള്ള. സോ അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ ഫിസിക്കൽ മൂവ്മെന്റ് മനുഷ്യർക്ക് ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഡ്രോൺ ടെക്നോളജിനെ ഒരുപാട് അധികം യൂട്ടിലൈസ് ചെയ്യാം. നമുക്ക് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. മാത്രമല്ല ഒരുപാട് മേഖലകളിൽ നമുക്കിതിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഈ മീറ്റിങ്ങിൽ ചേർന്നവർക്ക്, ഇപ്പോൾ നമ്മുടെ പാർട്ടിസിപ്പൻസിന് ഈ വെബിനാറിൽ ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ അറ്റൻഡ് ചെയ്യൽ വെച്ച് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം. ഈ കോഴ്സിന്റെ ഹാർഡ്വെയറും മറ്റു ഏരിയക്കും സാറാണ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ, ഗിരീഷ് സാറാണ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, സോഫ്റ്റ്വെയറിന്റെ AI ടെക്നോളജി, അങ്ങനത്തെ ഡേറ്റ സയൻസ്, ഡേറ്റ കളക്ഷൻ, ഡേറ്റ അക്വിസിഷൻ, ഇതിനൊക്കെയാണ് നമ്മൾ ഡ്രോൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡേറ്റ സയൻസിനൊക്കെ ഡ്രോൺ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നത്, സോഫ്റ്റ്വെയർ എന്താണ്, ഡ്രോണ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ കുറച്ച് സെഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പ്രസന്റ് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇതിനെപ്പറ്റി, ഈ കോഴ്സ് എങ്ങനെ പ്രൊസീഡ് ചെയ്യണം, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. Another thing, I just tell you about that. അപ്പോൾ നമ്മുടെ ഈ കോഴ്സസ് എല്ലാ വെള്ളിയാഴ്ചകളിലായിരിക്കും നമ്മുടെ കോഴ്സ് ഉണ്ടാവുക. ഡ്രോൺ ആൻഡ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ടെക്നോളജീസ് എന്നായിരിക്കും നമ്മുടെ കോഴ്സിന്റെ പേര്. സോ ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും എന്ന് ഞങ്ങളൊന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളോടൊപ്പം തന്നെ ഇന്റേൺസ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇന്റേൺസ് ആയിട്ട് വർക്ക് ചെയ്യാനും അതിലൂടെ നിങ്ങൾക്ക് ചെറിയൊരു സ്റ്റൈഫൻഡ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ വേറെ കമ്പനികളിലേക്ക് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഡ്രോൺ നിർമ്മിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഡ്രോൺ ഫ്ലൈ ചെയ്യാനും ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ സാധിക്കും. കാരണം നമ്മൾ ലൈവ് വർക്ക്ഷോപ്പുകളും അതുപോലെ തന്നെ ലൈവ് വെബിനാറുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവ് വർക്ക്ഷോപ്പുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ സ്പേസ് എടുത്തിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ലൈവ് വർക്ക്ഷോപ്പുകൾ, ഡ്രോൺ ഉണ്ടാക്കി കാണിക്കുന്ന ലൈവ് വർക്ക്ഷോപ്പുകൾ നിങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള ലൈവ് വർക്ക്ഷോപ്പുകൾ പോലും നമ്മൾ ഈ ഒരു കോഴ്സിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു കോഴ്സ്, പിന്നെ നിങ്ങൾക്ക് ഈ കോഴ്സിൽ കിട്ടുന്ന അടുത്തൊരു ഗുണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മുടെ സ്പേസ് കോർപ്പ് ഇൻഡസ്ട്രീസ് നടത്തുന്ന ലൈവ് ഇൻഡസ്ട്രിയൽ മീറ്റപ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനും പല ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. സോ ഇനി ഞാൻ എങ്ങനെ ഈ ഒരു കോഴ്സിൽ രജിസ്റ്റർ ചെയ്യണം എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എല്ലാവരുടെയും കയ്യിൽ ഭൂരിഭാഗം സ്മാർട്ട് ഫോൺ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കോഴ്സിന് വരുന്നത് ജസ്റ്റ് ഒരു ഗൂഗിൾ ഫോം ആണ്. ഇതാണ് നമ്മുടെ ഗൂഗിൾ ഫോം വരുന്നത്.
ഈ ഒരു ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ നെയിം, ഇതിനകത്ത് നമ്മുടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ നെയിം, ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ ഫോൺ നമ്പർ, കാര്യങ്ങൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും, അത് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു പേയ്മെന്റ് ലിങ്കിലോട്ട് നിങ്ങൾ പേയ്മെന്റ് അയക്കുക. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് മാത്രം ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ വെറും 1499 രൂപ ആക്ച്വൽ വില, പെർ ഓരോ മൊഡ്യൂൾസിനും 1499 രൂപ വില വരുന്ന സ്ഥാനത്ത് ഒരു മൊഡ്യൂളിന് നിങ്ങൾക്ക് 999 രൂപ വിലയിൽ ഇന്നും അതുപോലെ 24 മണിക്കൂറിന് മുമ്പ് വരെ നിങ്ങൾക്ക് കിട്ടും. അതായത് നാളെ ഫുൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടും. അത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് ടു ദ നോർമൽ പ്രൈസ് ആവും. ഇനി ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ഗുണം എന്ന് പറയുമ്പോൾ നമ്മുടേതായിട്ടൊരു സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ പല പല ഡ്രോണുമായിട്ട് ബന്ധപ്പെട്ട മീറ്റപ്സിന് നിങ്ങൾക്ക് പങ്കെടുക്കാനും പല ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സുമായിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാനും എല്ലാം സാധിക്കുന്നതായിരിക്കും ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഏകദേശം ഞാൻ ഈ കോഴ്സിന്റെ കാര്യങ്ങളെല്ലാം കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. കോഴ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സാപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ thank you for joining this webinar. So thank you for joining with Space Corps Industries, and thanks for Girish sir, thanks for Mr. Abhijit sir for taking your knowledge to everyone. So thank you, have a great day and happy Independence Day again. Thanks for all. Good night everybody. Good night all. Thank you. Thank you, sir.